മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് ഡെവലപ്മെൻറ്റൽ ബയോളജിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡെവലപ്മെൻറ്റൽ ബയോളജി. പുതിയ സിലബസ് അനുസരിച്ച് നമുക്ക് നോക്കാം. പുതിയ സിലബസ് അനുസരിച്ച് മൊഡ്യൂൾ 6 ആണ് ഡെവലപ്മെൻറ്റൽ ബയോളജി ആൻഡ് ഹ്യൂമൻ ജെനറ്റിക്സ് എന്ന ടോപ്പിക്ക് വരുന്നത്. അതിൽ ഡെവലപ്മെൻറ്റ് ബയോളജിക്ക് മാത്രം 8 മാർക്സ് ആണ് അസൈൻ ചെയ്തിരിക്കുന്നത്. പ്രീവിയസ് ഇയർ സിലബസ് വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറേ പോർഷൻസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ച് കൺഫ്യൂസിങ്ങും കുറച്ച് ടഫായിട്ടുള്ള പോർഷൻസൊക്കെ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങളും പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഇൻ ഡെവലപ്മെൻറ്റൽ ബയോളജി, പിന്നെ കുറച്ച് ജീൻ എക്സ്പ്രഷൻ്റെ കൺട്രോളും ആണ് പഠിക്കാനുള്ളത്. ഈ സെക്കൻഡ് പാർട്ട് ഓഫ് ദി പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ മറ്റ് ബ്രാഞ്ച് ഓഫ് ഈ സിലബസിലുള്ള മറ്റ് മൊഡ്യൂളായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ടോപ്പിക്കാണ്. കുറച്ച് ഡിഫിക്കൽട്ട് എല്ലാം കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ട പാർട്ടെന്ന് പറയുന്നത് ഈ ഫസ്റ്റ് വരുന്ന ടോപ്പിക്കാണ്. കുറച്ച് ടേംസ് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതിൽ കുറച്ച് സ്റ്റെം സെൽസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ സ്പെസിഫിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ്, ഡിറ്റർമിനേഷൻ, അങ്ങനെ കുറച്ച് പ്രോസസ്സ് നമുക്ക് നോക്കാനുണ്ട്. പിന്നെ യൂഷ്വലി നമുക്കറിയാവുന്ന ഗാമറ്റോജെനസിസ്, പിന്നെ സൈഗോട്ട് ഫോർമേഷൻ ആൻഡ് ഏർലി ഡെവലപ്മെൻറ്റ് ഹ്യൂമൻ പഠിക്കാനുണ്ട്. പിന്നെ കുറച്ച് CHൻ്റെ കുറച്ച് ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ബേസിക് കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. Developmental biology is a study of process by which organism grow and develop. അപ്പോൾ ഏർലിയർ ടൈംസിൽ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് ഫ്രം ഫെർട്ടിലൈസേഷൻ ടു ബർത്ത് മാത്രമായിരുന്നു. അതായത് ഈ ബ്രാഞ്ച് ഓഫ് സയൻസിന്, അതായത് ഒരു സെക്ഷലി മെച്യൂർഡ് ആയിട്ടുള്ളൊരു ഓർഗാനിസം ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ആ ഗാമേറ്റ് ഫെർട്ടൈലായി അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയുടെ ഉള്ളിലോ നടക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എഗ്ഗിൻ്റെ ഉള്ളിൽ നടക്കുകയാണ്. അത് ബർത്ത് അല്ലെങ്കിൽ എഗ്ഗ് ലേ ചെയ്ത് എഗ്ഗ് ഹാച്ച് ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു എന്നാണ് ഏർലിയർ ടൈംസിൽ, അതായത് mid-20s സമയത്തൊക്കെ 20th സെഞ്ച്വറീസിലൊക്കെ കൺസിഡർ ചെയ്തത് അങ്ങനെയാണ്. ലേറ്റ് കുറേ അധികം സ്റ്റഡീസിന് ശേഷം മനസ്സിലാക്കി ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ബർത്തോടുകൂടി എൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ല. Okay, modern development biology studies the genetic control of cell growth, differentiation and morphogenesis, which is the process that give rise to tissues, organ and anatomy. Developmental biology study embryonic and other developmental process. Embryonic development എന്ന് പറയുന്നത് from fertilization to birth. ഈ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് എന്ന് പറയുന്നത് അഡൽട്ട്, അതായത് ബർത്തിൽ എൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അഡൽട്ട്ഹുഡ് ആകുമ്പം എൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സല്ല. ഇപ്പം നമ്മുടെ ഡെയിലി ലൈഫിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ തന്നെ നമ്മുടെ ബോൺ മാരോ എത്രയധികം ബ്ലഡ് സെൽസ് ഒരു മിനിറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പം ചില ഓർഗാൻസത്തിന് റീജനറേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതായത് ഏതെങ്കിലും അവരുടെ ഒരു ഓർഗൻ അവരുടെ ലൈഫ് കോസിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് റീജനറേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ചില ഓർഗാനിസത്തിന് എന്താണ് മെറ്റാമോർഫോസിസ് എന്നൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതായത് അവരുടെ യങ്ങർ വൺസിന് അവരെ സെക്ഷലി മെച്യൂർഡ് ആയിട്ടുള്ള അഡൽട്ടിൻ്റെ മോർഫോളജി ആൻഡ് സ്ട്രക്ചറായിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഈ ലാർവൽ ഫോം ഡെവലപ്പായി വരുന്ന, അത് അഡൽട്ടായിട്ട് മാറാനുള്ള ഒരു ഫിസിയോളജിക്കൽ ആൻഡ് മോർഫോളജിക്കൽ ചേഞ്ചസിന് നമ്മൾ പറയുന്നതാണ് മെറ്റാമോർഫോസിസ്. അങ്ങനെ മെറ്റാമോർഫോസിസ് നടക്കുന്ന ഓർഗാനിസംസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഡെയിലി റിപ്പയർ നടക്കുന്നുണ്ട്. ടിഷ്യൂ ഡാമേജ് ആയ ടിഷ്യൂസിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സിനാണ് നമ്മൾ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റൽ ബയോളജി സ്റ്റഡീസ് എംബ്രിയോണിക് ആൻഡ് അതർ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ്. ഇത് ഒരു ആനിമലിൻ്റെ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിന് ഇലിസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ഫിഗറാണ്. ഇവിടെ നമുക്ക് കാണാം ഒരു ഫ്രോഗിൻ്റെ ലൈഫ് സൈക്കിളാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ഒരു സെക്ഷലി മെച്യൂർ ആയിട്ടുള്ള ഒരു അഡൽട്ട് ഉണ്ട്. സെക്ഷലി അഡൽട്ട് ആയിട്ടുള്ളൊരു ഓർഗാനിസത്തിന് ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. മേ ബി സ്പേം അല്ലെങ്കിൽ ഊസൈറ്റ്, അല്ലെങ്കിൽ ഫീമെയിൽ ഗാമേറ്റാണ് ഊസൈറ്റ് എന്ന് പറയുന്നത്, പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ സ്പേം ആൻഡ് ഊസൈറ്റ് ഫ്യൂസ് ചെയ്ത് അതിന് മുന്നേ ഈ ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഗാമേറ്റോജെനസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഗാമേറ്റോജെനസിസ് എന്നൊരു പ്രോസസ്സ് വഴി ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഈ ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നു. അതൊരു സിംഗിൾ സെൽഡ് ആയിട്ടുള്ളൊരു സൈഗോട്ട് സിംഗിൾ സെൽഡ് ആയിരിക്കും. അത് ഫെർദർ ആയിട്ട് ഇങ്ങനെ ഡിവിഷൻ നടന്ന് ഈ സിംഗിൾ സെൽ 2 സെൽ സ്റ്റേജിലെത്തും, 4 സെൽ സ്റ്റേജിലെത്തും, 8 സെൽ, 16 സെൽ, അങ്ങനെ പല സ്റ്റേജിലെത്തും. അപ്പോൾ 16 സെൽ സ്റ്റേജിന് മോറുല എന്ന് പറയുന്നത്, ഈ മോറുല എഗെയിൻ ഡിവൈഡ് ചെയ്തിട്ട് ബ്ലാസ്റ്റുല എന്നൊരു
സ്റ്റേജിലെത്തും. ഈ ഡിവിഷൻ ഓഫ് ദിസ് സൈഗോട്ടിനെ നമ്മൾ ക്ലീവേജ് എന്നാണ് പറയുന്നത്. അതായത് ഒരു സിംഗിൾ സെല്ലിനെ 2 സെല്ലാക്കുന്നു, 4 സെല്ലാക്കുന്നു, ആ പ്രോസസ്സിനെ നമ്മൾ ക്ലീവേജ് എന്ന് പറയുന്നത്. പല ടൈപ്പ് ഓഫ് ക്ലീവേജസ് ഉണ്ട്, പല പ്ലെയിനിൽ കൂടി കട്ട് ചെയ്യുന്ന പല ടൈപ്പ് ഓഫ് ക്ലീവേജ് പ്ലെയിൻസും പല ടൈപ്പ് ഓഫ് ക്ലീവേജസും ഉണ്ട്. ഇനി ക്ലീവേജ് കഴിഞ്ഞ് ബ്ലാസ്റ്റുല ഫോം ചെയ്തതിന് ശേഷം നടക്കുന്ന പ്രോസസ്സാണ് ഗ്യാസ്ട്രുലേഷൻ. ഗ്യാസ്ട്രുലേഷൻ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ഗ്യാസ്ട്രുല ആൻഡ് ഫോർമേഷൻ ഓഫ് ജേം ലെയർ. അതായത് ജേം ലെയർ സെൽസ് എന്ന് പറയുന്നത് എക്ടോഡം, മീസോഡം ആൻഡ് എൻഡോഡം ആണ്. അപ്പം ഗ്യാസ്ട്രുലേഷൻ വഴി ഗ്യാസ്ട്രുല ഫോം ചെയ്യുന്നു. അങ്ങനെ എക്ടോഡം, മീസോഡം ആൻഡ് എൻഡോഡം ഫോം ചെയ്യുന്നു. അങ്ങനെ ഈ എക്ടോഡം, മീസോഡം, എൻഡോഡമിൽ നിന്ന് ഓരോ ജേം ലെയറിന് ഒരു പെർട്ടിക്കുലർ ഓർഗൻസ് അല്ലെങ്കിൽ ഒരു ഓർഗൻ ടിഷ്യൂസിന് ഡെവലപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതിൽ നിന്ന് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ഓർഗൻസ് ഡെവലപ്പ് ചെയ്ത പ്രോസസ്സിനെ നമ്മൾ ഓർഗാനോജെനസിസ് എന്ന് പറയും. ഈ ഓർഗാനോജെനസിന് ശേഷം എന്താണ്, ഒന്നെങ്കിൽ ബർത്ത് നടക്കും അല്ലെങ്കിൽ എഗ്ഗിൽ നിന്നാണെങ്കിൽ ഹാച്ച് ഔട്ട് ചെയ്യും. അപ്പം ചില ഓർഗാൻസിന് ലാർവൽ സ്റ്റേജസ് ഉണ്ടായിരിക്കും. ഈ ലാർവൽ സ്റ്റേജസ് ലാർവൽ സ്റ്റേജിൽ നിന്ന് സെക്ഷലി മെച്ചോർഡ് ആയിട്ടുള്ള ഓർഗാനിസം ആവാനായിട്ട് മെറ്റാമോർഫോസിസ് എന്നൊരു പ്രോസസ്സ് നടക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രം ഗാമറ്റോജെനസിസ് ഗാമേറ്റ്സ് ഉണ്ടാകുന്നു, ഫെർട്ടിലൈസേഷൻ വഴി ഉണ്ടാകുന്ന സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നു, അത് ബർത്ത് നടക്കുന്നു. ബർത്തിന് ശേഷം അതിനെ മെറ്റാമോർഫോസിസ് നടന്ന് അഡൽട്ടായിട്ട് മാറുന്നു. See, fertilization means the fusion of male and female gamete to produce a zygote. അപ്പം ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യുന്നു. ക്ലീവേജ് ഇസ് നോൺ ആസ് റാപ്പിഡ് മൈറ്റോട്ടിക് ഡിവിഷൻ ഓഫ് സൈഗോട്ട്. അപ്പോൾ ക്ലീവേജ് എന്ത് ചെയ്യുന്നു, ബ്ലാസ്റ്റോമിയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലാവുന്നു, അപ്പോൾ അല്ലെങ്കിൽ 4 സെല്ലാവുന്നു. അപ്പോൾ ഈ ഓരോ സെല്ലിനെ നമ്മൾ ബ്ലാസ്റ്റോമിയർ എന്നാണ് പറയുന്നത്. അതായത് ബ്ലാസ്റ്റുലയിലുള്ള ഓരോ സിംഗിൾ സെല്ലിനെ നമ്മൾ ബ്ലാസ്റ്റോമിയർ എന്നാണ് പറയുന്നത്. ഈ ഗ്യാസ്ട്രുലേഷൻ മീൻസ് ഫോർമേഷൻ ഓഫ് ഗ്യാസ്ട്രുല ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പ്രൈമറി ജേം ലെയേഴ്സ്. പ്രൈമറി ജേം ലെയേഴ്സ് എന്ന് പറയുന്നത് എക്ടോഡം, എൻഡോഡം ആൻഡ് മീസോഡം. ദെൻ ഓർഗാനോജെനസിസ്, അതായത് ഈ ജേം ലെയർ സെൽസിൽ നിന്ന് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ മെറ്റാമോർഫോസിസ്, ചില ഓർഗാനിസത്തിന് അഡൽറ്റിൽ നിന്ന് അവിടെ വണ്ണെ കാണാനായിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ലാർവൽ ഫോം അഡൽട്ട് ആവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. ദെൻ ഗാമറ്റോജെനസിസ്, പ്രൊഡക്ഷൻ ഓഫ് ഗാമേറ്റ്. ഓക്കെ, സിലബസിൽ നമുക്ക് കുറച്ചധികം ടേംസ് നോക്കാനുണ്ട്. അതിലൊരു ഫസ്റ്റ് ടേമാണ് സെൽ ഫേറ്റ്. The fate of a cell describes what it will become in the course of normal development. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, സൈഗോട്ടിൽ ഡിവിഷൻ നടക്കുന്നു, ക്ലീവേജ് നടക്കുന്നു, ബ്ലാസ്റ്റുല ഫോം ചെയ്യുന്നു, ബ്ലാസ്റ്റോമിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ബ്ലാസ്റ്റോമിയേഴ്സിനും അവരുടെ ഫ്യൂച്ചർ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഒരു പെർട്ടിക്കുലർ സെൽ എടുക്കുമ്പോൾ അത് അതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് പ്രീ ഡിറ്റർമൈൻഡ് ആണ്. ഫ്യൂച്ചർ ഓഫ് എ സെല്ലിനെയാണ് നമ്മൾ സെൽ ഫേറ്റ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു സെല്ല് ഐ ആയിട്ട് മാറണോ, അല്ലെങ്കിൽ ലെൻ സെല്ലായിട്ട് മാറണം, അല്ലെങ്കിൽ RBC ആയിട്ട് മാറണോ, അല്ലെങ്കിൽ നമ്മുടെ ന്യൂറോൺസ് ആയിട്ട് മാറണോ, അങ്ങനെയുള്ള അതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ളതാണ് നമ്മൾ സെൽ ഫേറ്റ് എന്നുകൊണ്ട് മനസ്സിലാക്കുന്നത്. ദ ഫേറ്റ് ഓഫ് എ പെർട്ടിക്കുലർ സെൽ ക്യാൻ ബി ഡിസ്കവേർഡ് ബൈ ലേബലിംഗ് ദറ്റ് സെൽ ആൻഡ് ഒബ്സർവിങ് വാട്ട് സ്ട്രക്ചർ ഇറ്റ് ബിക്കംസ് എ പാർട്ട്. അതായത് നമുക്ക് ഈ ബ്ലാസ്റ്റോമിയേഴ്സ് റേഡിയോ ലേബൽ ചെയ്തോ ഡൈ ചെയ്തിട്ടോ അത് നമ്മൾ അതിൻ്റെ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഓരോ സെല്ലിൻ്റെ ഫേറ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഫേറ്റ് മാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളൊരു ടേമാണ് പൊട്ടൻസി. സെൽ പൊട്ടൻസി ഇസ് എ സെൽസ് എബിലിറ്റി ടു ഡിഫറൻഷിയേറ്റ് ഇൻ ടു അതർ ടൈപ്പ് ഓഫ് സെൽ. ദ മോർ ദ സെൽ ക്യാൻ ഡിഫറൻഷിയേറ്റ് ഇൻ ടു ദ ഗ്രേറ്റർ ഇറ്റ്സ് പൊട്ടൻസി. ദാറ്റ് മീൻസ് ഈ ഒരു പെർട്ടിക്കുലർ സെല്ലിന് അതിൻ്റെ ഫേറ്റിലേക്ക് പോകാനായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഏത് ഫേറ്റിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഫേറ്റ് ഓൾറെഡി പ്രീ ഡിറ്റർമൈൻഡ് ആണ്. അങ്ങനത്തെ കേസിൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ബ്ലാസ്റ്റോമിയറിന് വേണമെങ്കിൽ എന്തായിട്ട് മാറാം, അതിൻ്റെ ഏതെങ്കിലും അത് മസിൽ സെല്ലായിട്ട് മാറാനോ, മസിൽ സെല്ലായിട്ട് മാറാം. അതിൻ്റെ ഫേറ്റ് വേണമെങ്കിൽ ലെൻസായിട്ട് മാറാം, അല്ലെങ്കിൽ ഗോണാഡ്സിൻ്റെ സെല്ലാവാം, അല്ലെങ്കിൽ ഇവിടെ സ്റ്റെം സെൽസ് ആയിട്ട് തന്നെ നിൽക്കാം. അങ്ങനെ പല അതിൻ്റെ ഒന്നിൽ കൂടുതൽ
ടൈപ്പ് ഓഫ് സെല്ലായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ സെല്ലിൻ്റെ പൊട്ടൻസി എന്ന് പറയും. ചില സെൽസിന് ഒരു അതിൻ്റെ ഫേറ്റ് ഒന്നേ കാണില്ല, യൂണിപൊട്ടൻ്റ് ആയി ഒരു സെല്ലായിട്ട് മാത്രമേ മാറ്റാൻ കഴിയത്തുള്ളൂ. ചില സെൽസിന് ഒന്നിൽ കൂടുതൽ 2 ടൈപ്പ് ഓഫ് സെല്ലായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും, ചിലതിന് 2ൽ കൂടുതലായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചില സെൽസിന് ഒരു കംപ്ലീറ്റ് ഓർഗാനിസത്തെ ഒരു ഫുൾ ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവും. ഈ സൈഗോട്ട് ഇസ് കൺസിഡർഡ് ആസ് എ ടോട്ടിപൊട്ടൻറ്റ് സെൽ, അതായത് ഒരു കംപ്ലീറ്റ് ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി എന്തിനുണ്ട്? സൈഗോട്ടിനുണ്ട്. സൈഗോട്ടിൻ്റെ സെൽസ് എന്ന് പറയുന്നത് ടോട്ടിപൊട്ടൻറ്റ് സെൽ, അതായത് ഒരു കംപ്ലീറ്റ് ഓർഗാനിസത്തിനെയും അതും അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യൂസിനെയും ജനറേറ്റ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും? സൈഗോട്ടിന് സാധിക്കും. There are different types of potency. The first one is totipotency, the ability for all things, that is ഒരു പെർട്ടിക്കുലർ സെല്ലിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഓൾ ടൈപ്പ് ഓഫ് സെൽ, ഒരു ഓർഗാനിസത്തിൻ്റെ എല്ലാ സെൽസായിട്ട് മാറാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ടോട്ടിപൊട്ടൻ്റ് എന്ന് പറയും. ഇറ്റ്സ് എബിലിറ്റി ഓഫ് എ സിംഗിൾ സെൽ ടു ഡിവൈഡ് ആൻഡ് പ്രൊഡ്യൂസ് ഓൾ ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യേറ്റഡ് സെൽ ഇൻ ആൻ ഓർഗാനിസം. എക്സാമ്പിൾ സ്പോർസ് ആൻഡ് സൈഗോട്ട്. സെക്കൻഡ് ടൈപ്പ് ഇസ് pluripotency, the ability for many things, that is referred to stem cell that has the potential to differentiate into any 3 germ layers, അതായത് എൻഡോഡെർമോ, മീസോഡെർമോ, എക്ടോഡെർമോ ആയിട്ട് മാറാനുള്ള കേപ്പബിലിറ്റി ഉള്ള സെൽസിനാണ് നമ്മൾ പ്ലൂറിപൊട്ടൻറ്റ് സെൽസ് എന്ന് പറയുന്നത്. ഇവിടെ പ്ലൂറിപൊട്ടൻസിയും ടോട്ടിപൊട്ടൻസ് തമ്മിൽ ആകെ ഒരു ഡിഫറൻസേ ഉള്ളൂ. ടോട്ടിപൊട്ടൻറ്റ് സെൽസിന് എന്തായിട്ട് മാറാൻ പറ്റും? ഒരു ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, പ്ലസ് അതിന് എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യൂസായിട്ടും ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ബട്ട് പ്ലൂറിപൊട്ടൻറ്റ് സെൽസിന് എന്താണ്? ഒള്ളി ഒരു എംബ്രിയോനെ മാത്രമേ ഒരു ഓർഗാനിസത്തിനെ മാത്രമേ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടിപൊട്ടൻറ്റ് ആൻഡ് പ്ലൂറിപൊട്ടൻറ്റ് സെൽ ഇസ് ഓൺലി ദാറ്റ് ടോട്ടിപൊട്ടൻറ്റ് സെൽ ക്യാൻ ഗീവ് റൈസ് ടു ബോത്ത് പ്ലാസെൻറ്റ ആൻഡ് എംബ്രിയോ, അതായത് എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യൂസിനെയും എംബ്രിയോയും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. പക്ഷേ പ്ലൂറിപൊട്ടൻറ്റ് സെല്ലിനുള്ളിൽ ജേം ലേയേഴ്സ്, അതായത് ഒരു ഓർഗാനിസത്തിനെ മാത്രമേ ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി നമ്മൾ ഈ പ്ലൂറിപൊട്ടൻറ്റ് സെല്ല് ഫർദർ ഡെവലപ്പായിട്ടാണ് മൾട്ടിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് ആയിട്ട് മാറുന്നത്. Multipotency describe progenitor cells which give the gene activation potential to differentiate into discrete cell type. For a best example എന്ന് പറയുന്നത് നമ്മുടെ ഹെമറ്റോപോയിറ്റിക് സെൽ. അപ്പം ആ ഒരു ലാർജ് നമ്പർ ഓഫ് സെൽസ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ നോക്കിയാൽ നമ്മൾ ഹെമറ്റോപോയിറ്റിക് സെൽ ഒരു സ്റ്റെം സെല്ലാണല്ലോ, അതൊരു മൾട്ടിപൊട്ടൻറ്റ് സെല്ലാണ്. അതിൽ നിന്ന് എന്തൊക്കെ ജനറേറ്റ് ചെയ്യും? ഡിഫറൻഷ്യേറ്റ് ലിംഫോസൈറ്റ്സ്, മോണോസൈറ്റ്സ്, ന്യൂട്രോഫിൽ, അതായത് ഒരു സിംഗിൾ സ്റ്റെം സെൽ, ഒരു മൾട്ടിപൊട്ടൻറ്റ് സെല്ലിൽ നിന്ന് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെൽസിന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ ആ സെല്ലിനെ നമ്മൾ മൾട്ടിപൊട്ടൻറ്റ് സെൽ അല്ലെങ്കിൽ മൾട്ടിപൊട്ടൻറ്റ് സ്റ്റെം സെൽ എന്ന് പറയും. ഇനി next is oligopotency. It is the ability of progenitor cells to differentiate into a few type of cells. അപ്പം അതായത് ലിംഫോയിഡ് സ്റ്റെം സെൽസ്, മൈലോയിഡ് സ്റ്റെം സെൽസ്, അതായത് 2ൽ കൂടുതൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ മൾട്ടിപൊട്ടൻറ്റ് സെല്ലിനെ പോലെ അത്രയും ആയിട്ട് സെൽസിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെല്ലായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി നെക്സ്റ്റ് വൺ ഇസ് ബൈപൊട്ടൻസി. ദാറ്റ് ഇസ് ദ കപ്പാസിറ്റി ഓഫ് എ സെൽ ടു ഡിഫറൻഷ്യേറ്റ് ഇൻറ്റു 2 ടൈപ്പ് ഓഫ് സെൽ. എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രൈമോഡിയൽ ജേം സെൽസ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രൈമോഡിയൽ ജേം സെൽസിൽ നിന്ന് നമ്മുടെ ഗാമേറ്റ്സ് ഒന്നെങ്കിൽ സ്പെർമോ അല്ലെങ്കിൽ ഓവോ ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഈ യൂണിപൊട്ടൻ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റെം സെല്ലിന് ഒരു സെല്ലായിട്ട് മാത്രമേ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളൂ എങ്കിൽ ആ ടൈപ്പ് ഓഫ് സെൽ നമ്മൾ യൂണിപൊട്ടൻസി സെൽ എന്ന് പറയും. നമുക്ക് ഒന്നും കൂടി നോക്കാം. ടോട്ടിപൊട്ടൻറ്റ് സെൽ എന്ന് പറയുന്നത് കേപ്പബിൾ ഓഫ് ഗിവിങ് റൈസ് ടു ഓൾ ടൈപ്പ് ഓഫ് സെൽ ഓഫ് എ ബോഡി ആൻഡ് എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യൂസ്. അങ്ങനെയുള്ള എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യൂസിനെയും ഒരു എംബ്രിയോനെയും കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള സെല്ലാണെങ്കിൽ ആ സെല്ലിന് നമ്മൾ ടോട്ടിപൊട്ടൻറ്റ് എന്ന് പറയും. പ്ലൂറിപൊട്ടൻറ്റ് സെൽസ് മീൻസ് എംബ്രിയോണിക് സ്റ്റെം സെൽസ് ആണ്. അവർക്ക് എംബ്രിയോസിനെ മാത്രമേ ഡെവലപ്പ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളൂ. അവർക്ക് എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യൂസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ മൾട്ടിപൊട്ടൻസി, ദെൻ ഒളിഗോപൊട്ടൻസി, യൂണിപൊട്ടൻസി ആൻഡ് യൂണിപൊട്ടൻസി. അപ്പോൾ നമ്മൾ ഓൾറെഡി ബൈപൊട്ടൻസി ഇവിടെ ആകെ ഒരു ഡിഫറൻസേ ഉള്ളൂ ടോട്ടിപൊട്ടൻറ്റും പ്ലൂറിപൊട്ടൻറ്റും തമ്മിൽ. ടോട്ടിപൊട്ടൻറ്റിന് എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യൂസിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ബട്ട് പ്ലൂറിപൊട്ടൻറ്റ് ഓൺലി ജേം ലെയർ സെൽസിനെ മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ.
പിന്നെ മൾട്ടിപൊട്ടൻസി പറഞ്ഞു. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹെമറ്റോപോയിറ്റിക് സെൽസ് ആണ്. ഒളിഗോപൊട്ടൻസിക്ക് എക്സാമ്പിൾ ലിംഫോയിഡ് സെൽസ്, സ്റ്റെം സെൽസ് ഓർ മൈലോയിഡ് സ്റ്റെം സെൽസ്. ബൈപൊട്ടൻസിക്ക് എക്സാമ്പിൾ പ്രൈമോർഡിയൽ ജേം സെൽസ്. യൂണിപൊട്ടൻസിക്ക് എക്സാമ്പിൾ ന്യൂറോൺസ്. ഇത് നമുക്ക് സിലബസ് പ്രകാരം നോക്കാനുള്ള അടുത്ത ടേമാണ് ഡിഫറൻസിയേഷൻ. The term differentiation means generation of a specialized cell type. നമ്മുടെ ബോഡിയിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ഓരോ സെൽസിനും അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അവരുടെ ഫങ്ഷൻസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഓരോ ടൈപ്പ് ഓഫ് ബയോകെമിക്കൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു സെല്ല് ഡെവലപ്പായി അതിൻ്റെ ഫൈനൽ ഫേറ്റിൽ എത്തുന്ന സ്റ്റേജിനാണ് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഒരു സെല്ലിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റേജാണ് ഡിഫറൻസിയേഷൻ. അതായത് ഒരു ഏർലി ബ്ലാസ്റ്റോമിയർ ഡെവലപ്പായി, ഇപ്പോൾ ഒരു മിസോഡം സെല്ല് ഡെവലപ്പായി മസിൽ സെൽ ആയിക്കഴിഞ്ഞു, ഡിഫറൻഷ്യേറ്റ് ചെയ്ത മസിൽ സെല്ലായി കഴിഞ്ഞു. അതിനാണ് നമ്മൾ ഡിഫറൻസിയേഷൻ, ഒരു സ്പെഷ്യലൈസ്ഡ് സെൽ ടൈപ്പായിട്ട് ഡെവലപ്പായി കഴിഞ്ഞു. അതിനാണ് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ RBC എടുത്താലും, ഇപ്പോൾ ഒരു ലെൻസ് സെൽ എടുത്താൽ, നെർവ് സെൽസ് ഒക്കെ എടുത്താലും അവർ തമ്മിൽ ഒരുപാട് ഫിസിയോളജിക്കൽ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. അപ്പോൾ നോർമലി ഒരു സെല്ല് അതിൻ്റെ ഫേറ്റ്, ഒരു ബ്ലാസ്റ്റോമിയർ അതിൻ്റെ ഫേറ്റ് കമ്മിറ്റ് ചെയ്ത് അത് പൂർത്തീകരിക്കുന്ന ലാസ്റ്റ് സ്റ്റേജാണ് ഡിഫറൻസിയേഷൻ. അതിന് മുന്നേ അവർക്ക് കുറേ അധികം ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ് നടക്കും. എന്നിട്ടാണ് അവർ അവസാനം എന്തായിട്ട് മാറും, ഒരു പെർട്ടിക്കുലർ സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻ നടത്തുന്ന ഒരു സെല്ലായിട്ട് മാറുന്നത്. ഈ ഡിഫറൻസിയേഷൻ എന്നുള്ള പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ ആ സെല്ലിൻ്റെ ഫേറ്റ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് ആണ്. അതായത് ഒരു നെർവ് സെല്ലായിട്ട് ഡെവലപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ഫേറ്റ് നമുക്ക് തിരുത്താൻ, ബാക്കിലേക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നോർമലി ഒരു സെല്ലിൻ്റെ കമ്മിറ്റ്മെൻറ്റ്, അതിവിടെ ടേമാണ്, നമുക്കത് നോക്കാം എന്താണ് കമ്മിറ്റ്മെൻറ്റ്. അതിൻ്റെ ഫേറ്റിൽ എത്താനുള്ള ലാസ്റ്റ് സ്റ്റേജാണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമുക്ക് അടുത്ത ടേം നോക്കാം. ഈ പ്രോസസ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് പ്രോസസ് റിസൾട്ടിങ് ദ ചേഞ്ച് ഇൻ ദ സെല്ലുലാർ ബയോകെമിസ്ട്രി ആൻഡ് ഫങ്ഷൻ ആർ പ്രീസീഡഡ് ബൈ പ്രോസസ് റിസൾട്ടിങ് ഇൻ ദ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദ സെൽ ടു എ സർട്ടൺ ഫേറ്റ്. അതായത് ഒരു സെല്ല് അതിൻ്റെ ഫേറ്റിലേക്ക് എത്താനായിട്ട് കമ്മിറ്റഡ് ആയിരിക്കും. അപ്പോൾ ആ കമ്മിറ്റ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, the process of commitment can be divided into two stages. The first stage is specification and second stage is determination. അപ്പോൾ സ്പെസിഫിക്കേഷൻ ആണ് സെല്ലിൻ്റെ കമ്മിറ്റ്മെൻറ്റിൻ്റെ സ്റ്റേജിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ദ ഫേറ്റ് ഓഫ് എ സെൽ ഓർ എ ടിഷ്യൂ സെറ്റ് ടു ബി സ്പെസിഫൈഡ് വെൻ ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഡിഫറൻഷ്യേറ്റിംഗ് ഓട്ടോണമസ്ലി വെൻ പ്ലേസ്ഡ് ഇൻ ടു എ ന്യൂട്രൽ എൻവയൺമെൻറ്റ്. അതായത് ഒരു സെല്ലിനെ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ബ്ലാസ്റ്റോമിയ നമ്മൾ നോക്കുന്നു, നമ്മളൊരു ബ്ലാസ്റ്റോമിയസ് നോക്കുന്നു. ഓരോ ബ്ലാസ്റ്റോമിയസിനും ഓരോരോ പെർട്ടിക്കുലർ ഫേറ്റ് ഉണ്ടായിരിക്കും. നമ്മളിപ്പം ഇതിൽ നിന്ന് ഒരു ബ്ലാസ്റ്റോമിയറെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് ഒരു ന്യൂട്രൽ എൻവയോൺമെൻറ്റിൽ വെച്ചു. ഫോർ ന്യൂട്രൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു പെട്രിക് പ്ലേറ്റ് വെച്ചു. ഈവൻ നമ്മൾ അതിൻ്റെ ബ്ലാസ്റ്റോമിയറിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്താൽ കൂടെ അവർക്കതിൻ്റെ ആ സെല്ല് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ആ സെല്ലിന് ഡിഫറൻസിയേഷൻ നടക്കും. ദി സെൽ വിൽ അണ്ടർഗോ ഡിഫറൻസിയേഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു സെല്ലിന് അതിനെ എന്ത് ചെയ്യുന്നു, നമ്മളതിൻ്റെ നോർമലി അതിലിരുന്ന ഭാഗത്ത് നിന്ന് നമ്മളതിനെ റിമൂവ് ചെയ്ത് ഒരു ന്യൂട്രൽ എൻവയോൺമെൻറ്റിൽ വെച്ചാലും അത് ഡെവലപ്പ് അതിൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്താണോ അവിടേക്ക് എത്തുകയാണെങ്കിൽ അതിന് നമ്മൾ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ ഈ സെല്ലിൻ്റെ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഐസൊലേറ്റ് ചെയ്ത് ഈ സെല്ല് ഇപ്പോൾ ന്യൂറോൺസ് ആവാനുള്ള സെൽസ് ആയിരുന്നിരിക്കട്ടെ, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫേറ്റിനെ ഓൾട്ടർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സെക്കൻഡ് സ്റ്റേജ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ആണ്. A cell or a tissue is said to be determined when it is capable of differentiating autonomously when it is placed into another region of embryo, that is a non-neutral region.
അതായത് നമ്മളിപ്പോൾ ഇവിടെ എന്താ ചെയ്തത്, ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത് നമ്മൾ സെല്ലിനെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലേക്കാണ് മാറ്റിയത്, ഒരു പെട്രി പ്ലേറ്റിലേക്ക് മാറ്റി. ഇപ്പം നമ്മൾ ഈ പെർട്ടിക്കുലർ സെല്ലിനെ നമ്മളെടുത്ത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി എന്നിരിക്കട്ടെ. ഓക്കെ, അതായത് എംബ്രിയോടെ തന്നെ മറ്റൊരു സ്പോട്ടിലേക്ക് നമ്മൾ മാറ്റി. അങ്ങനെ നമ്മൾ അതിനെ ഒരു നോൺ ന്യൂട്രൽ എംബ്രിയോയിൽ തന്നെ വേറൊരു സ്പേസിലേക്ക് മാറ്റിയെന്നിരിക്കട്ടെ. മാറ്റിയാലും ഈ സെല്ല് ഡെവലപ്പ് ഇതിൻ്റെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടിരുന്ന അതിൻ്റെ ഫ്യൂച്ചർ എന്തായിരുന്നു ആ ഫേസിലേക്ക് അത് എത്തുകയാണെങ്കിൽ നമ്മൾ ആ ഫേസ് നമ്മൾ ഡിറ്റർമിനേഷൻ എന്ന് പറയും. ഈ ഡിറ്റർമിനേഷൻ ഫേസ് നമുക്ക് കമ്മിറ്റ്മെൻറ്റ് ഒരിക്കലും റിവേഴ്സ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടി പറയാം, കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് 2 സ്റ്റേജായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, സ്പെസിഫിക്കേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജാണ്, അവിടെ സെല്ലിൻ്റെ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് അവിടുന്ന് ഒരു ബ്ലാസ്റ്റോമിയറിലുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു സെല്ലിനെ നമ്മൾ റിമൂവ് ചെയ്ത് ഒരു ന്യൂട്രൽ എൻവയോൺമെൻറ്റിൽ വെച്ചു, അതായത് ഒരു പെട്രി പ്ലേറ്റിലോ എവിടെയെങ്കിലും വെച്ചു. അത് ഡെവലപ്പായി വരികയാണെങ്കിൽ നമ്മൾ അതിന് ഡെവലപ്പ് ആവാൻ സാധിക്കും. അപ്പോൾ അതിന് നമ്മൾ സ്പെസിഫിക്കേഷൻ എന്ന് പറയും. ഇപ്പം നമ്മൾ നോൺ ന്യൂട്രൽ റീജിയനിലേക്ക് ഒരു സെല്ലിനെ മാറ്റി എന്നിട്ടും അത് എന്ത് ചെയ്യുന്നു, ഓട്ടോണോമസ്ലി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അതിൻ്റെ ഫേറ്റിൽ എത്തുകയാണെങ്കിൽ അതിന് ഡിറ്റർമിനേഷൻ എന്ന് പറയും. ഈ ഡിറ്റർമിനേഷൻ ഫേസ് എങ്ങനെയാണ്, ഇറിവേഴ്സിബിൾ ആണ്, അതായത് അത് ഫുള്ളി കമ്മിറ്റഡ് ആണ്, നമുക്ക് അതിൻ്റെ ഫേറ്റിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ സ്പെസിഫിക്കേഷൻ ചെയ്തിരിക്കുന്ന സെല്ലിൻ്റെ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, there are 3 major strategy of commitment. അപ്പോൾ കമ്മിറ്റ്മെൻറ്റിൽ 3 സ്ട്രാറ്റജിയാണ് എംബ്രിയോസ് ചൂസ് ചെയ്യുന്നത്. ഒരു സിംഗിൾ എംബ്രിയോ തന്നെ 3 സ്ട്രാറ്റജിയും ഫോളോ ചെയ്യില്ല. അത് സ്പീഷീസ് അനുസരിച്ച് അവരുടെ ബ്ലാസ്റ്റോമിയറിൻ്റെ പെക്യുലാരിറ്റി വെച്ചിട്ട് അവർ ചൂസ് ചെയ്യും ഏതാണ് അവർക്ക് ആവശ്യമുള്ള കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ. 3 സ്ട്രാറ്റജി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, 3 എണ്ണമാണുള്ളത്. ഒന്ന് ഓട്ടോണോമസ്, സെക്കൻഡ് വൺ ഇസ് കണ്ടീഷണൽ ആൻഡ് തേർഡ് വൺ ഇസ് സെൻസീഷ്യൽ. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേക്കും ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ. അവിടെ ദ ബ്ലാസ്റ്റോമിയർ ഇൻഹെറിറ്റ് എ സെറ്റ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഫ്രം ദ എഗ് സൈറ്റോപ്ലാസം ആൻഡ് ദീസ് ട്രാൻസ്ക്രിപ്ഷൻ factors regulate the gene regulation, directing the cell into a particular ഡെവലപ്മെൻറ്റ്. അതായത് ഈ ഓട്ടോണോമസ് സ്പെസിഫിക്കേഷനിൽ ബ്ലാസ്റ്റോമിയേഴ്സ് എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യും. എവിടെ എഗ് സൈറ്റോപ്ലാസത്തിൽ. ഈ ട്രാൻസ്ക്രിപ്ഷണൽ ഫാക്ടേഴ്സാണ് എന്ത് ചെയ്യുന്നത്, സെല്ലിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, the egg cytoplasm is not homogeneous but rather contain different morphogenetic determinants. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലാസ്റ്റോമിയസിലുള്ള ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഈ മോർഫോജനറ്റിക് ഡിറ്റർമിനൻസ് ആണ്. ഇതിങ്ങനെ സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മേ ബി എന്താ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ അവരുടെ mRNAs ആവാം. Okay, which will influence the cell's development. In this type of specification, the cell knows what is to become very early and without interacting with other cells. അതായത് ഈ സെല്ലിന് ഇങ്ങനത്തെ ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ അണ്ടർഗോ ചെയ്യുന്ന സെൽസിന് എന്താണ്, അവരുടെ ഏർലി സ്റ്റേജിൽ തന്നെ അവർക്കറിയാം അവരെന്തായിട്ടാണ് മാറേണ്ടതെന്ന് അവർക്കറിയാം. ഈവൻ ചുറ്റുമുള്ള ബാക്കി സെൽസായിട്ടൊന്നും യാതൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെയും ആവശ്യമില്ല അവർക്ക്, അല്ലാതെ തന്നെ അവർ അവരുടെ ഫേറ്റിലേക്ക് എത്തിച്ചേരും. ഓക്കെ, അപ്പം നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ഫിഗർ നോക്കാം. ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ ഇത് നോക്കിക്കുക. നമ്മൾ പെറ്റല എന്ന് പറഞ്ഞ സ്നെയിലിൻ്റെ ബ്ലാസ്റ്റോമിയറാണിത്. ഇതിൽ പിങ്ക് ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്നത് പ്രസൻറ്റീവ് ട്രോക്കോബ്ലാസ്റ്റ് ആണ്. അതായത് ഈ പിങ്ക് സെൽസാണ് സീലിയ ഫോം ചെയ്യേണ്ടത്. ഇപ്പം നോർമലി അതായത് ഇതൊരു 16 സെൽ സ്റ്റേജാണ് കാണിച്ചിരിക്കുന്നത്. നോർമൽ ഡെവലപ്മെൻറ്റ് കഴിയുന്ന സമയത്ത് 48 ഡെവലപ്മെൻറ്റ് കഴിയുന്നു. അതിനുശേഷം എന്തുണ്ട്, സീലിയേറ്റഡ് ആയിട്ടുള്ള ലാർവൽ സ്റ്റേജ് ഫോം ചെയ്യുന്നുണ്ട്. നമ്മളിനി എന്ത് ചെയ്തു, ഈ ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ സ്റ്റഡി ചെയ്യാനായിട്ട് എന്ത് ചെയ്തു, ഈ പെർട്ടിക്കുലർ പ്രിസംറ്റീവ് ട്രോക്കോബ്ലാസ്റ്റ്, അതായത് ഫ്യൂച്ചറിൽ ട്രോക്കോബ്ലാസ്റ്റ് ആവേണ്ട ഈ സെല്ലിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തു. അതെന്ത് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എന്തായിട്ട് മാറി, സീലിയേറ്റഡ് സെൽസായിട്ട് ഡെവലപ്പായി. അപ്പം അതിനർത്ഥം എന്താണ്, അതായത് ഇപ്പം അതിൻ്റെ സ്പോട്ട് ബ്ലാസ്റ്റോമിയറിലുള്ള ഒരു സെല്ലിനെ നമ്മൾ അവരുടെ ബ്ലാസ്റ്റോമിയറിൽ നിന്ന് റിമൂവ് ചെയ്താൽ കൂടെ അവർ ഓട്ടോണോമസ് ആയിട്ട് ഡെവലപ്പായി വരും. അതിൻ്റെ ഫ്യൂച്ചർ എന്താണോ അതിലേക്ക് എത്തിച്ചേരും. അതിനാണ് നമ്മൾ ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്.
അതുപോലെ നമുക്ക് വേറൊരു എക്സാമ്പിളാണ് ഈ ടൂണിക്കേറ്റിൻ്റെ ടെയിൽ മസിൽ ഫോർമേഷന് സഹായിക്കുന്ന ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറുണ്ട്, അതിന് മാച്ചോ എന്നാണ് പറയുന്നത്. ഈ ടൂണിക്കേറ്റിൻ്റെ സൈറ്റോപ്ലാസിൽ യെല്ലോ കളേർഡ് സൈറ്റോപ്ലാസം ഉണ്ട്, അവിടെ എന്താണ് ഈ മാച്ചോ എന്നുള്ള ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറുണ്ട്. ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യും? ഈ ടെയിൽ മസിലിൻ്റെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറാണ്. ഇപ്പം നമ്മൾ ഈ ടൂണിക്കേറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ നമ്മൾ നമ്മൾ ഈ യെല്ലോ സൈറ്റോപ്ലാസം, ഈ മാച്ചോ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിനെ നമ്മൾ ഉള്ളൊരു സെല്ലിനെ നമ്മൾ മൂവ് ചെയ്ത് മറ്റൊരു സെല്ലിലേക്ക് മാറ്റിയാലും ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ആ സെൽ എന്തായിട്ട് മാറും? ടെയിൽ മസിൽ സെല്ലായിട്ട് മാറും. ഇപ്പോൾ ഈ മാച്ചോ എന്ന് പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഡെവലപ്മെൻറ്റ് നടക്കില്ല. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടീഷണൽ സ്പെസിഫിക്കേഷനാണ്. സെക്കൻഡ് സ്ട്രാറ്റജി ഓഫ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കണ്ടീഷണൽ സ്പെസിഫിക്കേഷനാണ്. കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ ഇസ് ദ എബിലിറ്റി ഓഫ് സെൽസ് ടു അച്ചീവ് ദെയർ റെസ്പെക്റ്റീവ് ഫെയ്റ്റ് ബൈ ഇൻറ്ററാക്ഷൻ വിത്ത് അതർ സെൽ. ഇപ്പോൾ നമ്മൾ നേരത്തെ ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ്റെ കേസിൽ പറഞ്ഞ എന്താണ്? സെല്ലിന് ഇപ്പോൾ ഓട്ടോണോമസിൽ അവരുടെ സെല്ലിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് വഴിയാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. വേറെ ആൾക്കാരായിട്ടൊന്നും അവർക്ക് ഇൻറ്ററാക്ഷൻസ് ഒന്നുമില്ല. അവരുടെ ഫേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് നെയ്ബറിങ് സെൽസ് അല്ല. പക്ഷേ ഈ കണ്ടീഷണൽ സ്പെസിഫിക്കേഷനിൽ അവരെന്ത് ചെയ്യും? അവരുടെ നെയ്ബറിങ് സെൽസായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്തിട്ടാണ് അവർ ഫേറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ഹിയർ വാട്ട് എ സെൽ ബിക്കം is a large measure specified by paracrine factors secreted by neighboring cells. When a protein synthesized by one cell can diffuse over small distance to induce changes in neighboring cell, that event is called paracrine interaction. ഇപ്പം ഒരു സെല്ലിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീന് അത് ഡിഫ്യൂസ് ചെയ്ത് അതിന് ചുറ്റിനുമുള്ള സെൽസിനെ ഇൻഡ്യൂസ് ചെയ്യുക, അവരുടെ സെല്ലിൻ്റെ മെക്കാനിസത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, അവരുടെ കോഴ്സ് ഓഫ് ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ കൈൻഡ് ഓഫ് ഇൻറ്ററാക്ഷൻ നമ്മൾ പാരാക്രൈൻ ഇൻറ്ററാക്ഷൻ എന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ വഴി ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോനെ നമ്മൾ റെഗുലേറ്റഡ് എംബ്രിയോ എന്ന് പറയും. ഇവിടെ നമുക്ക് നോക്കാം, ഈ ഫിഗർ നമുക്ക് നോക്കാം. കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ പറയുന്ന ഫിഗർ നമുക്ക് ഈ ഫിഗർ ഒന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഒരു നോർമൽ ബ്ലാസ്റ്റുല അതിൻ്റെ അകത്ത് ഈ റെഡ് കളറിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്, റെഡ് കളറിൽ ഇങ്ങനെ സെൽസ് മാർക്ക് ചെയ്തു, അങ്ങനെ നോർമൽ ബാക്ക് സെൽസ് ആണ്. അതായത് ഇതിൻ്റെ നോർമൽ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്ന സമയത്ത് ഓർഗാനിസത്തിൻ്റെ ബാക്ക് ടിഷ്യൂസിലെ സെൽസായിട്ടാണ് ഈ റെഡ് കളറിലെ സെല്ല് ഡെവലപ്പ് ആവുന്നത്. നോർമലി ട്രാൻസ്പ്ലാന്റേഷൻ ഒന്നും നടക്കുന്നില്ല. നമ്മൾ ഈ ബ്ലാസ്റ്റുലയിൽ നിന്ന് ഈ നോർമൽ ബാക്ക് സെൽസിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ബെല്ലി റീജിയനിലേക്ക് മാറ്റിയെന്നിരിക്കട്ടെ. അതായത് ഇത് നമ്മൾ എങ്ങോട്ട് മാറ്റി? ബെല്ലി റീജിയനിലേക്ക് ചേഞ്ച് ചെയ്തു. ആ സമയത്ത് എന്ത് സംഭവിച്ചു? ആ ബെല്ലി റീജിയനിൽ വന്ന സെല്ല് എന്തായിട്ട് മാറി? ബെല്ലി റീജിയനിലെ ടിഷ്യൂ ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തു. അതായത് ഇത് നോർമലി ഇത് എന്തായിരുന്നു? ബാക്ക് സെൽസ് ആയിരുന്നു. പക്ഷേ അതിനെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം എന്ത് പറ്റി? അത് ബാക്ക് സെല്ലായിട്ട് ഡെവലപ്പ് ആയില്ല, എന്തായിട്ട് മാറി? അത് എങ്ങോട്ടാണോ മാറ്റിയത്, ഏത് പോർഷനിലേക്കാണോ അതിനെ ഐസൊലേറ്റ് ചെയ്തത്, ആ പാർട്ട് ഓഫ് ടിഷ്യൂ ആയിട്ട് മാറി. അപ്പോൾ ഇത് ബെല്ലി റീജിയനിലേക്ക് മാറ്റം സംഭവിച്ചു, അത് ബെല്ലി റീജിയനായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്ത് മനസ്സിലായി? ഈ ബാക്ക് സെൽ, നോർമൽ ബാക്ക് സെൽസിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന കുറച്ച് പ്രോട്ടീൻസ് എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഈ സെൽസിൻ്റെ നെയ്ബറിങ് സെൽസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇൻഡ്യൂസ് ചെയ്യുമ്പോഴാണ് അത് നോർമൽ ബാക്ക് സെല്ലായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പൊസിഷൻ അവിടെ നിന്ന് ചേഞ്ച് ചെയ്തപ്പോൾ കൂടെ അതിന് നെയ്ബറിങ് സെൽസ്, അതായത് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പാരാക്രൈൻ ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് നമ്മൾ കൂടെ കൊണ്ടുവന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അത് എവിടേക്കാണ് റീപ്ലേസ് ചെയ്തത്? അവിടെയുള്ള സെല്ലായിട്ട് മാറി. എന്ത് പറ്റി? അവിടെയുള്ള നെയ്ബറിങ് സെൽസ് എന്ത് ചെയ്തു? ഈ ബെല്ലി സെൽസ് ടിഷ്യൂസായിട്ട് മാറാനുള്ള ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത് ഈ പെർട്ടിക്കുലർ സെല്ലിനെ ഇൻഡ്യൂസ് ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? ഏതാണോ പൊസിഷൻ ആ സെല്ലായിട്ട് മാറ്റി. ഇതാണ് കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് വൺ ഇസ് സിൻസീഷ്യൽ സ്പെസിഫിക്കേഷൻ. The early embryo of insect, the nucleus divide within the egg, but the cell does not divide. അതായത് നമ്മളിത് ഈ സിൻസേഷൻ സ്പെസിഫിക്കേഷൻ നടക്കുന്നത് ഈ ഇൻസെക്റ്റിലാണ്, നോർമലി ഇൻസെക്റ്റിലാണ് നടക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്? അവരുടെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യാതെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും. അപ്പം ഒരു സൈറ്റോപ്ലാസത്തിൽ കുറേ അധികം എന്തുണ്ടായിരിക്കും? ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഈ കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സിൻസീഷ്യം. അതായത് സൈറ്റോപ്ലാസം ദാറ്റ് കണ്ടെയ്ൻ മെനി ന്യൂക്ലിയസ്.
ആൻഡ് സ്പെസിഫിക്കേഷൻ ഓഫ് പ്രിസംപ്റ്റീവ് സെൽ വിത്തിൻ സച്ച് എ കോമൺ സൈറ്റോപ്ലാസം ഇസ് കോൾഡ് സിൻസേഷൻ സ്പെസിഫിക്കേഷൻ. അതായത് ഒരു സിൻസേഷൻ ആയിട്ടുള്ള ഒരു സൈറ്റോപ്ലാസത്തിൽ നടക്കുന്ന സ്പെസിഫിക്കേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിൻസേഷൻ സ്പെസിഫിക്കേഷൻ. ദ ന്യൂക്ലിയസ് ഇൻ ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ സെൽ വിൽ ബി എക്സ്പോസ്ഡ് ടു സൈറ്റോപ്ലാസ്മിക് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ദാറ്റ് ആർ നോട്ട് പ്രസൻറ്റ് ഇൻ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ സെൽ ആൻഡ് വൈസ് വേഴ്സ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ സൈറ്റോപ്ലാസത്തിൻ്റെ ആൻറ്റീരിയർ പോസ്റ്റീരിയർ സൈഡിൽ ഇങ്ങനെ പല പല ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അത് ഓരോ റീജിയനിൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ആ ന്യൂക്ലിയസ് ആ പെർട്ടിക്കുലർ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറായിട്ട് ഇൻ്ററാക്ട് ചെയ്തിട്ട് സ്പെസിഫിക്കേഷൻ നടക്കും. നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഡ്രോസോഫില്ലയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഡ്രോസോഫില്ലയിൽ ഒരു എന്താണ് പൊസിഷണൽ ഇൻഫർമേഷൻസ് ഉണ്ട്. അതായത് ന്യൂക്ലിയസിൽ എന്തുണ്ട്, പൊസിഷണൽ ഇൻഫർമേഷൻസ് ഉണ്ട്. അതായത് വെദർ ആ ന്യൂക്ലിയസ് ആൻറ്റീരിയർ പാർട്ടാവണോ അതോ അത് മിഡ് റീജിയനിലാണോ പോകേണ്ടത് അതോ പോസ്റ്റീരിയർ റീജിയനിലാണോ പോകേണ്ടത് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് മോർഫോജൻസ്. അതായത് ഡ്രോസോഫില്ലയുടെ ന്യൂക്ലിയസിൻ്റെ പൊസിഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഇൻഫർമേഷൻസ് എവിടെ ഉണ്ട്, സൈറ്റോപ്ലാസത്തിലുണ്ട്. അതിന് ആ ഇൻഫർമേഷൻസ് ക്യാരി ചെയ്യുന്ന പെർട്ടിക്കുലർ മോളിക്യൂളിനെ വിളിക്കുന്ന പേരാണ് മോർഫോജൻസ്. ഈ ട്രാൻസ്ക്രിപ്ഷണൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യും, സ്പെസിഫിക് സൈറ്റിൽ ഉണ്ടായിരിക്കും. ഒരു സ്പെസിഫിക് സൈറ്റിലാണ് ഉണ്ടായിരിക്കുന്നത്, ഡിഫ്യൂസ് ചെയ്ത് ഒരു ഡിസ്റ്റൻസ് ക്രോസ് ചെയ്യും. അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? ആ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് അനുസരിച്ചിട്ടാണ് എന്താണ് അവിടുത്തെ ആ സ്പെസിഫിക്കേഷൻ നടക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സോഴ്സ് ഓഫ് സിന്തസിസ് ഉണ്ടായിരിക്കും. അവിടെ നിന്ന് അത് മൂവ് ചെയ്യും, ഗ്രാജുവലി ആ സോഴ്സിൽ നിന്ന് ഡീഗ്രേഡ് ചെയ്യുകയും ചെയ്യും. ദ കോൺസെൻട്രേഷൻ ഓഫ് സ്പെസിഫിക് മോർഫോജൻസ് അറ്റ് എനി പെർട്ടിക്കുലർ സൈറ്റ് ടെൽസ് ദ ന്യൂക്ലിയസ് വേർ ദേ ആർ റിലേഷൻ ടു ദ സോഴ്സ് ഓഫ് മോർഫോജൻസ്. ഓക്കെ, നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡ്രോസോഫില്ലയുടെ ആൻറ്റീരിയർ പോസ്റ്റീരിയർ സ്പെസിഫിക്കേഷൻ കാണാൻ പറ്റും. ഇവിടെ ആൻറ്റീരിയർ പോസ്റ്റീരിയർ സ്പെസിഫിക്കേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് രണ്ട് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സാണ്. ഒന്ന് ബൈക്കോയിഡ് ആൻഡ് കോഡൽ. ബൈക്കോയിഡ് ആൻഡ് കോഡൽ. ഈ ബൈക്കോയിഡ് എന്ന് പറയുന്നത് ആൻറ്റീരിയർ പാർട്ടിലും കോഡൽ എന്ന് പറയുന്ന പ്രോട്ടീൻ എവിടെയുള്ളത്, പോസ്റ്റീരിയർ പാർട്ടിലുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ ആ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് നോക്കുകയാണെങ്കിൽ എവിടെയാണോ ബൈക്കോഡിൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് കൂടി നിൽക്കുന്നത് ആ പോർഷൻ ആൻറ്റീരിയർ പാർട്ടായിട്ട് ഡെവലപ്പ് ആവും. അത് ഗ്രാജുവലി എന്ത് ചെയ്യും, മൂവ് ചെയ്തതിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് ആ പോസ്റ്റീരിയർ സൈഡിൽ ഒരു കോഡൽ പ്രോട്ടീൻ ഉണ്ട്, അതിൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഇവിടെയാണ്, ഈ പോസ്റ്റീരിയർ സൈഡിലാണ് കൂടുതലായിട്ടുള്ളത്. അത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ എവിടെയാണോ ഈ ബൈക്കോയിഡ് കോൺസെൻട്രേഷൻ കൂടുതൽ, കോൺസെൻട്രേഷൻ ഗ്രേഡ് ഹൈ ആയിട്ട് നിൽക്കുന്നത് ആ എൻഡ് ആൻറ്റീരിയർ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. കോഡൽ എവിടെയാണോ കൂടുതൽ ആ പോർഷൻ എന്തായിട്ട് പോസ്റ്റീരിയർ എൻഡായിട്ട് ഡെവലപ്പ് ചെയ്യും. അത് ഫർദർ അതിൻ്റെ എന്തായിട്ട് മാറും, ഹെഡ്, തൊറാക്സ്, ഈ കോഡൽ റീജിയൻ, അബ്ഡോമൻ ആൻഡ് ടെയിലായിട്ട് മാറും. The bicoid and caudal are both transcription factors, and different concentration and ratio of bicoid and caudal activate different set of genes in sensational nucleus. Those nuclei in region contain high amount of bicoid ആണ് and little ഇവിടെ വളരെ കുറവാണ്, ഇല്ല കോഡൽ ഇല്ല. ആ റീജിയൻ എന്തായിട്ട് മാറും, ഹെഡ് റീജിയൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ന്യൂക്ലിയസിൻ്റെ റീജിയൻ എവിടെയാണോ ബൈക്കോയിഡ് വളരെ കുറവും അവിടെ ഒരു സ്ലൈറ്റ്ലി കുറവും ഒരു ചെറിയ എമൗണ്ട് ഓഫ് കോഡൽ ഉണ്ടെങ്കിൽ ആ പാർട്ട് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യും, തൊറാക്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ന്യൂക്ലിയസിൻ്റെ റീജിയനിൽ ബൈക്കോഡ് ഇല്ല, ദർ ഇസ് നോ ബൈക്കോഡ് ആൻഡ് പ്ലൻറ്റി ഓഫ് കോഡൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ പ്രസൻ്റ് ആയിട്ടുള്ള സൈറ്റിന് എന്തായിട്ട് മാറും, അബ്ഡോമിനൽ റീജിയൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ദസ് വെൻ സെൻസേഷൻ ന്യൂക്ലിയസ് ആർ ഇവൻച്വലി ഇൻകോപ്പറേറ്റഡ് ഇൻ ടു സെൽ, ദി സെൽ വിൽ ഹാവ് ദ ജനറൽ ഫേറ്റ് സ്പെസിഫൈഡ്. അതായത് ഇങ്ങനെ നമ്മൾ ആ ഇൻഫർമേഷൻ, അതായത് പൊസിഷണൽ ഇൻഫർമേഷൻ ട്രാൻസ്ക്രൈബ് ചെയ്തതിന് ശേഷം നടക്കും ഈ പെർട്ടിക്കുലർ ഓർഗാനിസം എന്ത് ചെയ്യും, ഇവിടെ ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ വേണോ കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ വേണോ എന്ന് ചൂസ് ചെയ്യും. ഒന്നും കൂടി നമുക്ക് നോക്കാം. സിൻസേഷൻ എന്ന് പറയുന്നത് ആർക്കാണുള്ളത്, ഇൻസെക്ട്സിനാണുള്ളത്. ഡ്രോസോഫില പോലുള്ള ഇൻസെക്ട്സിനാണുള്ളവർക്ക് അവർക്ക് അവരുടെ സൈറ്റോപ്ലാസത്തിൻ്റെ ഒരു പെക്കുലാരിറ്റി എന്താണ്, അവിടെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നില്ല, ന്യൂക്ലിയസ് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്ത് ഒരു സൈറ്റോപ്ലാസത്തിൽ കുറേ അധികം ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. അങ്ങനൊരു കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിൻസേഷൻ
സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ സിൻസീഷ്യൻ സ്പെസിഫിക്കേഷനിൽ എന്ത് വേണം, ന്യൂക്ലിയസിന് അവരുടെ പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുറേ അധികം ട്രാൻസ്ക്രിപ്ഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുന്നത് ബൈക്കോഡ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആൻഡ് എന്താണ് കോഡൽ എന്നുള്ള ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറാണ് നമ്മൾ നോക്കുന്നത്. ഈ നമ്മുടെ പൊസിഷൻ ഇൻഫർമേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ നമ്മൾ മോർഫോജൻസ് എന്നാണ് വിളിക്കുന്നത്. അവരുടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് വെച്ചിട്ടാണ് പെർട്ടിക്കുലർ ഫേറ്റിലേക്ക് ആ സെല്ല് പോകുന്നത്. ഓക്കെ, അപ്പോൾ കോഡൽ ബൈക്കോയിഡ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ എക്സ്പ്രസ് ആവുന്ന റീജിയൻ ആൻറ്റീരിയർ പോർഷനായിട്ട് മാറും. കോഡൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ എക്സ്പ്രസ് ആവുന്ന റീജിയൻ എന്തായിട്ട് പോസ്റ്റീരിയർ പാർട്ടായിട്ട് ഡെവലപ്പ് ചെയ്യും. അവസാനം പൊസിഷൻ ഇൻഫർമേഷൻ എല്ലാം എക്സ്പ്രസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് സെൽ എന്ത് മുന്നേ ഉള്ളത് ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ വേണോ കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ വേണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു കമ്മിറ്റ്മെൻറ്റിന് 3 സ്ട്രാറ്റജീസ് ഉണ്ട്: ഓട്ടോണോമസ്, കണ്ടീഷണൽ ആൻഡ് സിൻസീഷ്യൻ. ഒരു സിംഗിൾ ഓർഗാനിസം തന്നെ ഈ 3 സ്ട്രാറ്റജിയും ഫോളോ ചെയ്യില്ല നോർമലി. ഏതെങ്കിലും അവരുടെ സെൽ ടൈപ്പ് അനുസരിച്ച് അവർ ചൂസ് ചെയ്യും. ഓക്കെ, നമുക്ക് സിലബസ് അനുസരിച്ച് നോക്കേണ്ട വേറെ 2 ടേംസാണ് ജിനോമിക് ഇക്വലൻസ് ആൻഡ് സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ്. ഓക്കെ, ജിനോമിക് ഇക്വലൻസ് ഇസ് എ തിയറി ദാറ്റ് ഓൾ സെൽസ് ഓഫ് എൻ ഓർഗാനിസം ഹാവ് ദ സെയിം ജനറ്റിക് ഇൻഫർമേഷൻ. അതായത് ഇതൊരു തിയറിയാണ് പറയുന്നത്. നമ്മളൊരു ഓർഗാനിസത്തിനെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ എല്ലാ സെൽസിലും ഉള്ള ജനറ്റിക് ഇൻഫർമേഷൻ സെയിം ആണ്. അതിന് പല എക്സ്പെരിമെൻറ്റ്സ് നടത്തി അതിനെ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നോക്കാം, നമുക്കൊരു സെലമാൻഡറിൻ്റെ റീജനറേഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എന്ത് ചെയ്തു, ഒരു അഡൽട്ട് ആയിട്ടുള്ളൊരു സെലമാൻഡറിൻ്റെ ഐസ് റിമൂവ് ചെയ്തു. അതായത് ഇൻ salamander eye the removal of neural retina promotes its regeneration, that's the term regeneration, from the pigmented retina. And if the lens is removed, അതായത് നോർമലി ഡെവലപ്പ് ആയിട്ടുള്ള ഒരു അഡൽട്ടിൻ്റെ ന്യൂറൽ റെറ്റിന റിമൂവ് ചെയ്തു. എന്നിട്ടും എന്ത് ചെയ്തു, ഈ ഐ റീജനറേറ്റ് ചെയ്ത് വന്നു. വേറൊരു പോർഷനിൽ നിന്ന് ഈ ഐ റീജനറേറ്റ് ചെയ്ത് വന്നു. അതായത് അപ്പോൾ എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഇപ്പം എല്ലാ സെൽസിൻ്റെ അകത്തും മറ്റുള്ള സെൽസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ജീൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, however there are exceptions to genomic equivalency including lymphocytes which rearrange their DNA during differentiation to create new genes. This process is responsible for antibody diversity. അതായത് ഇതൊരു ജസ്റ്റ് ആ ടേം എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ക്ലോണിംഗ് ഒക്കെ പറയുമ്പോൾ അത് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതായത് ഈ തിയറി പറയുന്നത് ഒരു ഓർഗാനിസത്തിൻ്റെ കംപ്ലീറ്റ് സെൽസ് എടുത്താലും എല്ലാ സെൽസിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ജനറ്റിക് ഇൻഫർമേഷൻ ഒന്ന് തന്നെയാണെന്ന് പറയുന്നത്, സെയിം ആണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൻ്റെ അഡൽട്ട് ഓർഗാനിസത്തിൻ്റെ ഏതെങ്കിലും ഓർഗൻസോ ടിഷ്യൂസോ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ റീജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നാണ് ഈ തിയറി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ള സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് ആണ്. Cytoplasmic determinants are special molecules which play a very important role during oocyte maturation in female ovary. Each type of cell is determined by a particular determinant or group of determinants. അല്ലെങ്കിൽ നമ്മൾ അതായത് ഈ സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് എന്ന ഒരു മോളിക്യൂൾസ് ആണ് എന്തിനു വേണ്ടി എപ്പോഴുള്ളതാ ഈ oocyte മെച്ചുറേഷൻ ടൈമിൽ വളരെ പ്രധാനമായിട്ടുള്ളൊരു റോൾ നിർവഹിക്കുന്ന ഒരു മോളിക്യൂളാണ് സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ്. ഈ സെൽസിൻ്റെ ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ ഈ സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് ഉണ്ടായിരിക്കും. ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യും, ആ സെല്ലിന് അതിൻ്റെ കമ്മിറ്റ്മെൻറ്റിലെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനത്തെ സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് ഉള്ള സെല്ല് വളരെ നമ്മളിപ്പോൾ അവരുടെ ബ്ലാസ്റ്റോമേസിൻ്റെ ഇടയിൽ നിന്ന് തന്നെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് ഒരു ന്യൂട്രലായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും അവരെന്ത് ചെയ്യും, അവർ മെച്ചുവറായിട്ട് വരും. ഡ്യൂറിങ് സെഗ്മെൻറ്റേഷൻ സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ബ്ലാസ്റ്റോമിയർ ആൻഡ് അറ്റ് ഡിഫറെൻറ്റ് ടൈം ഡിപ്പെൻഡിങ് ഓൺ ദി സ്പീഷീസ് ആൻഡ് ടൈപ്പ് ഓഫ് ഡിറ്റർമിനൻസ്. ദെർഫോർ അപ്പോൾ അതായത് ഡ്യൂറിങ് ഡെവലപ്മെൻറ്റ് ഫേസിൽ എന്താണ് ഈ ബ്ലാസ്റ്റോമിയേഴ്സിൽ ഈവൻ ആയിട്ടല്ല ഈ സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അത് കാരണം നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും, ഈ ഡോട്ടർ സെൽസ് ഫസ്റ്റ് ഡിവിഷന് ശേഷമുള്ള ഡോട്ടർ സെൽസ് ടോട്ടിപൊട്ടൻ്റ് ആയിരിക്കും. Okay, and this is not possible after the cytoplasmic determinants have been distributed in the differentiated blastomeres.
ഡ്യൂറിങ് മൊസൈക് ഡെവലപ്പ്. ഈ മൊസൈക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ നടക്കുന്ന ഓർഗാനിസം എംബ്രിയോ അണ്ടർഗോ ചെയ്യുന്നൊരു ഡെവലപ്മെൻറ്റാണ് മൊസൈക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുതന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് പ്രീ ഡിറ്റർമൈൻഡ് ആയിരിക്കും, അതായത് സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് വെച്ച് പ്രീ ഡിറ്റർമൈൻഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ ഉള്ള ഓർഗാൻസിൻ്റെ ഡെവലപ്മെൻറ്റിന് നമ്മൾ മൊസൈക് development എന്ന് പറയും. The region of organism differentiate very quickly if each cell contains specific cytoplasm. നമുക്ക് ഈ സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് ഉള്ള സെൽസ് ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഡിഫറൻഷ്യേറ്റ് ചെയ്യും ഫസ്റ്റ് ഡിവിഷന് ശേഷം. ആൻഡ് എന്ത് ചെയ്യും, then the cell divide to give all other type of its type and the same process happen in all type of cell in the organism. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറ്റിക് ഇക്വലൻസ് എന്താണെന്ന് നോക്കി, സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് മോർഫോജനറ്റിക് ഗ്രേഡിയൻറ്റ്. ഓക്കെ, നമുക്ക് സിലബസ് പ്രകാരം നമുക്ക് ഫെമിലറൈസ് ചെയ്യേണ്ട കുറച്ച് ടേംസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനടുത്ത് നമ്മൾ നോക്കേണ്ട ടേമാണ് മോർഫോജനറ്റിക് ഗ്രേഡിയൻസ്. മോർഫോജൻ ഈ ടേം നമ്മളത് പറഞ്ഞല്ലോ. മോർഫോജൻ മീൻസ് ഫോം, ഒരു ഗ്രീക്ക് വേർഡാണ്, ഫോം ഗീവർ, അതായത് ഒരു പെർട്ടിക്കുലർ ഫോം കൊടുക്കാൻ സഹായിക്കുക. അതാണ് ആ പെർട്ടിക്കുലർ ഗ്രീക്ക് വേർഡിൻ്റെ മീനിങ്. As a diffusible biochemical molecule that can determine the fate of a cell by its concentration. അതായത് ഒരു പെർട്ടിക്കുലർ ബയോകെമിക്കൽ മോളിക്യൂൾ ആണ് എന്ത് ചെയ്യും, ദാറ്റ് വിൽ ഡിറ്റർമൈൻ ദി ഫേറ്റ് ഓഫ് എ സെൽ. അതായത് ഒരു സെല്ലിൻ്റെ ഫേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യും. എങ്ങനെ, അതിൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് പ്രകാരം ഒരു സെല്ലിൻ്റെ ഫേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യും. മോർഫോജൻസ് ക്യാൻ ബി ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ പ്രൊഡ്യൂസ് വിത്തിൻ ദ സെൽ. അതായത് സെല്ലിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രാൻസ്ക്രിപ്ഷണൽ ഫാക്ടേഴ്സ് ആയിരിക്കും മോർഫോജൻസ് എന്ന് പറയുന്നത്. ദേ ക്യാൻ ഓൾസോ ബി പാരക്രൈൻ ഫാക്ടേഴ്സ് that are produced in a group of cells and then travel to other population of cell, specifying the target cell differentially according to the concentration of morphogen. അതായത് എന്താ പാരക്രൈൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പെർട്ടിക്കുലർ സെല്ലിൽ ഒരു മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യും, അത് ആ സെല്ലിൽ നിന്ന് ഡിഫ്യൂസ് ചെയ്ത് പുറത്ത് വന്നിട്ട് അതിന് കുറച്ച് ചെറിയൊരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ നെയ്ബറിങ് സെൽസിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്ത് അതിൻ്റെ കോഴ്സ് ഓഫ് ഡെവലപ്മെൻറ്റിനെ അവർ ഓൾട്ടർ ചെയ്യുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കും. ഓക്കെ, then uncommitted cells exposed to high concentration of morphogen. അതായത് ഇപ്പം നോർമലി കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് കൂടുതൽ എവിടെയായിരിക്കും, അതിൻ്റെ സോഴ്സിലായിരിക്കും. അതായത് പാരക്രൈൻ ഫാക്ടർ അല്ലെങ്കിൽ മോർഫോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പെർട്ടിക്കുലർ സെല്ലിലായിരിക്കുമല്ലോ അതിൻ്റെ ഹയർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ അങ്ങനെ ഒരു അൺകമ്മിറ്റഡ് ആയിട്ടുള്ളൊരു സെല്ലിൽ ഈ മോർഫോജൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ദേ ആർ സ്പെസിഫൈഡ് ആസ് വൺ ടൈപ്പ് ഓഫ് സെൽ. അപ്പം ഒരു ടൈപ്പ് ഓഫ് സെല്ലായിട്ട് മാത്രമേ ഡിഫറൻഷ്യേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഗ്രാജുവലി ആ മോർഫോജൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് കുറയുന്ന അനുസരിച്ച് സെല്ല് വേറെ വേറെ ഫേറ്റിലേക്ക് പോകും. When the cell concentration fall even low, a cell of the same initial uncommitted cell is specified in it. The third manner, the morphogen gradient provide a very common mechanism for conditional specification. നമ്മൾ കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഒരു സെല്ലിൻ്റെ ചുറ്റിനുമുള്ള സെൽ നെയ്ബറിങ് സെൽസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു സെല്ലിൻ്റെ ഫേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അത് നമ്മൾ എക്സാമ്പിളായിട്ട് ട്യൂണിക്കിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. നമ്മൾ ഈ കണ്ടീഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ കേസിൽ ഈ മോർഫോജൻ ഗ്രേഡിയൻ്റ് ആണ് എന്താ ആ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ മെക്കാനിസം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഇപ്പോൾ CHൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഫേസിൽ ഈ ഫസ്റ്റ് സെല്ല് അവരുടെ ഫസ്റ്റ് 2 ക്ലീവേജ് എന്ന് പറയുന്നത് മെറിഡോണിയൽ ക്ലീവേജ് ആണ്. മെറിഡോണൽ ക്ലീവേജ് അതായത് ഇപ്പോൾ നമ്മൾ എഗ്ഗ് എടുക്കുകയാണ്, എഗ്ഗിന് 2 പോളുണ്ട്, ആനിമൽ പോളുണ്ട്, വെജിറ്റൽ പോളുണ്ട്. ഈ വെജിറ്റൽ പോളുണ്ട്. അപ്പോൾ ഈ വെജിറ്റൽ പോളിൽ ആനിമൽ പോൾ തൊട്ട് വെജിറ്റൽ പോൾ വരെ ഒരു ആക്സിസ് ഉണ്ട്, അത് നമ്മൾ മീഡിയൻ ആക്സിസ് എന്നാണ് പറയുന്നത്. മീഡിയൻ ആക്സിസ്. ഓക്കെ, ഇപ്പം നമ്മൾ ക്ലീവേജ് മീൻസ് നമ്മൾ ആ മൈറ്റോട്ടിക് ഡിവിഷൻ എന്ന് പറഞ്ഞല്ലോ. ഈ മീഡിയൻ ആക്സിസിൽ കൂടി
ക്ലീവേജ് ഫെറോ മൂവ് ചെയ്യുകയാണെങ്കിൽ, കട്ട് ചെയ്ത് 2 സെല്ല് ഫോം, അതിന് നമ്മൾ മെറിഡിയോണൽ ക്ലീവേജ് എന്ന് പറയുന്നു. അതായത് ഈ മീഡിയൻ പ്ലെയിനിൽ കൂടി കട്ട് ചെയ്ത് പോകുക, അല്ലെങ്കിൽ മെറിഡിയോണൽ ക്ലീവേജ് എന്ന് പറയും. ഇത് വേറൊരു ടൈപ്പ് ഓഫ് ക്ലീവേജ് ആണ് ഇക്വറ്റോറിയൽ. ഇക്വറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ഈ മീഡിയൻ ആക്സസിന് റൈറ്റ് ആംഗിൾഡായിട്ട് നമ്മളൊരു ക്ലീവേജ് ഫെറോ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ, ക്ലീവേജ് പ്ലെയിൻ പാസ് ചെയ്ത് പോകുകയാണെങ്കിൽ നമ്മൾ ഇക്വറ്റോറിയൽ ക്ലീവേജ് എന്ന് പറയും. ഇവിടെ ഒരു 2 ഹെമിസ്ഫിയർ ആയിട്ടായിരിക്കും ഡെവലപ്പ് ആകുന്നത്. ഇപ്പോൾ ഈ മെറിഡിയോണിയൽ തന്നെ കുറച്ച് ഇങ്ങോട്ട് മാറി ക്ലീവ് ചെയ്ത് നടക്കാൻ പറ്റും, ഇക്വറ്റോറിയലും കുറച്ച് ഇങ്ങോട്ട് മാറി അങ്ങനെ ക്ലീവേജ് ഫെറോസ് ക്ലീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സീ ഓർച്ചിൻ്റെ കേസിൽ ഇവിടെ നടക്കുന്നത് ഇവരുടെ ഫസ്റ്റ് 2 ക്ലീവേജ് എന്ന് പറയുന്നത് മെറിഡിയോണൽ ക്ലീവേജ്, അതായത് ഇങ്ങനെ തന്നെയാണ് ക്ലീവ് ചെയ്യുന്നത്. 3rd ക്ലീവേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് 2 സെല്ല് ഫോം ചെയ്യും, അത് പിന്നെയും മെറിഡിയോണലി ക്ലീവ് ചെയ്യും. പിന്നെ ഉണ്ടാകുന്ന സെല്ലിൻ്റെ ക്ലീവേജ് നോർമലി ഇക്വറ്റോറിയൽ ക്ലീവേജ് ആണ്. 3rd ക്ലീവേജ് എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ. പക്ഷേ ഇത് നമ്മളിപ്പം ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഈ ബ്ലാസ്റ്റോമേന 2 സ്ലൈഡിൻ്റെ ഉള്ളിൽ വെച്ച് പ്രസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, പ്രസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു, ഈ 3rd ക്ലീവേജ് എന്താക്കി മാറ്റി, അതിനെ നമ്മൾ മെറിഡിയോണൽ ക്ലീവേജ് ആക്കി മാറ്റി. നോർമലി ഇക്വറ്റോറിയലാണ്, നമ്മൾ എക്സ്പെരിമെൻ്റലി മെറിഡിയോണലാക്കി. എന്നിട്ട് 4th ക്ലീവേജ് നോക്കിയപ്പോൾ അത് നോർമലി നമ്മൾ ആ പ്രസ് ചെയ്ത് ഗ്ലാസ് സ്ലൈഡ് വെച്ച് പ്രസ് ചെയ്തിരുന്ന പ്രഷർ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, 4th ക്ലീവേജ് നോർമൽ ഇക്വറ്റോറിയൽ ആയിട്ട് മാറി. 3rd ആയിരുന്നു ഇക്വറ്റോറിയൽ ആവേണ്ടത്, അത് നമ്മൾ ആ പ്രഷർ കൊടുത്തപ്പോൾ 3rd എന്ന് പറയുന്നത് 1ഉം 2ഉം 3 3rd ക്ലീവേജ് മെറിഡിയോണലായി. 4th എന്ത് ചെയ്തു, ഇക്വറ്റോറിയലായി. പക്ഷേ ഇങ്ങനെ നമ്മൾ ഒരു എക്സ്പെരിമെൻ്റലി നമ്മൾ പ്രഷറൈസ് ചെയ്ത് ക്ലീവേജിൽ ഒരു മാറ്റം വരുത്തിയെങ്കിൽ കൂടെ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് അറിയാമോ, ഇവിടെ ഡെവലപ്മെൻറ്റിന് വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചില്ല. അതായത് എൻഡോഡെർമൽ സെൽസ് ആവേണ്ട ആൾക്കാർക്ക് എന്ത് ചെയ്ത് ഒരു ഫുള്ളി അഡൽട്ട് ആയിട്ടുള്ളൊരു സീ ഓർച്ചിൻ തന്നെ ഡെവലപ്പായി വന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് സീ ഓർച്ചിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരാണ്, മോർഫോജൻസ് ആണ്. കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ നടത്തുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരാണ്, മോർഫോജൻസ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. നമുക്ക് നോക്കാനുള്ള അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റെം സെൽസ് ആണ്. അതായത് സിലബസിൽ നമുക്ക് സ്റ്റെം സെൽസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഡെവലപ്മെൻറ്റ് ബയോളജിയിൽ സ്റ്റെം സെൽസ് മീൻ a stem cell can be defined as relatively undifferentiated cell that when it divides produces a cell that can retain its undifferentiated character and a second cell that can undergo 2 or more path of differentiation. അപ്പോൾ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് അൺഡിഫറൻഷിയേറ്റഡ് സെൽസ് ആണ്. അവർക്ക് ഡിവൈഡ് ചെയ്ത് സ്റ്റെം സെൽസ് തന്നെ ആയിട്ട് ഇരിക്കാൻ പറ്റും. അവർ സ്റ്റെം സെൽ പ്രോപ്പർട്ടി റീറ്റെയിൻ ചെയ്യും. പിന്നൊന്ന് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ഫേറ്റിലേക്ക് പോകും. അപ്പോൾ ഒരു സെല്ല് സ്റ്റെം അൺഡിഫറൻഷിയേറ്റഡ് ഫോമിലിരിക്കും, സെക്കൻഡ് സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ദ സ്റ്റെം സെൽ ഹാസ് എ പൊട്ടൻഷ്യൽ ടു റിന്യൂ വിത്ത് സെൽ അറ്റ് ഈച്ച് ഡിവിഷൻ. അപ്പോൾ എന്താണ്, അതിന് സ്റ്റെം സെൽസിന് അവർക്ക് റിന്യൂ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളത് കൊണ്ട് ദർ ഇസ് ഓൾവേസ് എ സപ്ലൈ ഓഫ് stem cells while also producing daughter cells that is capable of responding to its environment by differentiating in a particular manner. അപ്പോൾ 2 സെൽസ് ഉണ്ടാവും. ഒന്ന് സ്റ്റെം സെൽസ് ആയിട്ട് തന്നെ അവർ റീറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. സെക്കൻഡ് അത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫേറ്റിലേക്ക് പോകും. നെക്സ്റ്റ് stem cell potency, the ability of a particular stem cell to generate numerous different type of differentiated cell, it's called potency. അതായത് ഒരു സ്റ്റെം സെല്ലിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫേറ്റ് മാത്രമല്ലല്ലോ അണ്ടർഗോ ചെയ്യാൻ പറ്റും. സെല്ലിൻ്റെ ഫേറ്റ് ഒന്ന് മാത്രമല്ല നടത്താൻ പറ്റുന്നത്, പല പല ടൈപ്പ് ഓഫ് സെല്ലായിട്ട് മാറാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് ഇവർക്ക്. ഓക്കെ, അങ്ങനെ എത്രത്തോളം
ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെല്ലായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ കഴിയും. ആ ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ സ്റ്റെം സെൽ പൊട്ടൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഡിഫറൻഷ്യേറ്റഡ് സെൽസ് ആണ്. അതിന് 2 ടൈപ്പ് ഓഫ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് അൺഡിഫറൻഷ്യേറ്റഡ് സെൽസ് ആയിട്ട് മാറാൻ പറ്റും, സെക്കൻഡ് ഒരു ഡിഫറൻഷ്യേറ്റഡ് സെല്ലായിട്ട് മാറാൻ പറ്റും. ഒരു സ്റ്റെം സെല്ലിൻ്റെ ഡിഫറൻഷ്യേഷൻ കേപ്പബിലിറ്റിനെ, അതിൻ്റെ പൊട്ടൻഷ്യലിനെ പറയുന്ന ടേമാണ് സ്റ്റെം സെൽ പൊട്ടൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് progenitor cell. Although they are related to stem cell, ഇപ്പോൾ സ്റ്റെം സെല്ലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെല്ലാണ് progenitor cells, പക്ഷേ they are not capable of അൺലിമിറ്റഡ് സെൽഫ് റിന്യൂവൽ. അപ്പോൾ അതായത് നമുക്ക് സ്റ്റെം സെല്ലിങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കും. പക്ഷേ ഈ progenitor സെൽസിന് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജനറേറ്റ് ചെയ്ത് അവർ റിന്യൂ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. പക്ഷേ അവർ വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രമേ ഡിഫറൻഷ്യേഷൻ കപ്പാസിറ്റി ഉള്ളൂ അവർക്ക്. ദെൻ ദേ ആർ കോൾഡ് sometimes called transit amplifying cells, since they usually divide while migrating away from stem cell niche. സ്റ്റെം സെൽ നിഷിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഇവർ ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരെ ട്രാൻസിറ്റ് ആംപ്ലിഫയിങ് സെൽസ് എന്ന് പറയാറുണ്ട്. Both unipotent cell and progenitor cells are called lineage restricted cell. അതായത് നമ്മൾ അതിൻ്റെ ലീനേജ്, അതായത് അതിൻ്റെ ഫേറ്റ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആണ്. അത് കാരണം അതിപ്പോൾ യൂണിപോട്ടൻ്റെ കേസ് നമ്മൾ പറഞ്ഞല്ലോ, ഒരു യൂണിപോട്ടൻറ്റ് സ്റ്റെം സെൽ എന്താണ് സാധിക്കുക, ഒരു പെർട്ടിക്കുലർ ഫേറ്റിലേക്ക് ഒരു ടൈപ്പ് സെല്ലായിട്ട് മാത്രമേ ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അത് അതിൻ്റെ ഡിഫറൻഷ്യേഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. അതുപോലെ തന്നെയാണ് progenitor സെല്ലും. അതുകൊണ്ട് ഇവർ രണ്ടുപേരെയും ലീനേജ് റെസ്ട്രിക്റ്റഡ് സെൽസ് എന്ന് വിളിക്കും. The stem cells have the capacity for renewal, but progenitor cells do not renew. അപ്പോൾ സ്റ്റെം സെൽസിനെല്ലാം എന്താ റിന്യൂ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെ നോക്കിയേ, progenitor സ്റ്റെം സെൽസിന് എന്ത് കേപ്പബിലിറ്റി ഇല്ല, അവർക്ക് റിന്യൂ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. ദ progenitor cells are usually more differentiated than stem cells and have become committed to become a particular type of cell. അപ്പോൾ സ്റ്റെം സെൽസിനെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പം ഈ progenitor സെല്ല് ഡിഫറൻഷ്യേറ്റഡ് ആണ്. അപ്പോൾ അവർക്കൊരു പെർട്ടിക്കുലർ സെല്ലാവാനുള്ള പെർട്ടിക്കുലർ ഫേസിലെത്താനുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള സെൽസാണ് progenitor സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ progenitor സെൽസ് എന്ന് പറയുന്നത് സെൽഫ് റിന്യൂവൽ ലിമിറ്റഡ് ആയിട്ടുള്ള സെല്ലാണ്. അതിനെ ട്രാൻസ്മിറ്റ് ആംപ്ലിഫയിങ് സെൽസ് എന്ന് പറയും. ബിക്കോസ് ഇത് ഡിവൈഡ് ചെയ്യുന്നത് സ്റ്റെം സെൽ നിഷിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുമ്പോഴാണ്. ഇതിന് നമ്മൾ ലീനേജ് റെസ്ട്രിക്റ്റഡ് സെൽസ് എന്നും പറയാറുണ്ട്. പിന്നെ നമ്മൾ സ്റ്റെം സെൽസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് progenitor സെൽസ് അങ്ങനെയാണ് മോർ ഡിഫറൻഷ്യേറ്റ്, അതൊരു ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെല്ലാവാനായിട്ട് ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടിരിക്കുന്ന സെല്ലാണ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റെം സെൽസ് നോക്കുന്ന സമയത്ത് there are 2 type of stem cells ഉണ്ട്. അതായത് ബേസ്ഡ് ഓൺ ഇറ്റ് സോഴ്സ്, അത് എവിടെ നിന്നാണോ അതിൻ്റെ സോഴ്സ് എന്താണോ അതനുസരിച്ച് 2 ടൈപ്പ് ഓഫ് സ്റ്റെം സെൽസ് ഉണ്ട്. ഒന്ന് എംബ്രിയോണിക് സ്റ്റെം സെൽ ആൻഡ് സെക്കൻഡ് ഇസ് അഡൽട്ട് സ്റ്റെം സെൽസ്. എംബ്രിയോണിക് സ്റ്റെം സെൽസ് ആർ ഡിറൈവ്ഡ് ഫ്രം ഇന്നർ സെൽ മാസ് ഓഫ് മമേലിയൻ ബ്ലാസ്റ്റോസിസ് ഓർ ഫ്രം ഫീറ്റൽ ഗാമേറ്റ് പ്രോജനിറ്റർ. അതായത് ഇപ്പം ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഇന്നർ സെൽ മാസിൽ നിന്നോ അല്ലെങ്കിൽ ഫീറ്റൽ ഗാമേറ്റ് പ്രോജനിറ്ററിൽ നിന്നോ ഡിറൈവ് ചെയ്ത് വരുന്ന സെല്ലിനെ നമ്മൾ എംബ്രിയോണിക് സ്റ്റെം സെൽസ് എന്ന് പറയും. ദീസ് സെൽസ് ആർ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ഓൾ സെൽസ് ഓഫ് ദ എംബ്രിയോ. എംബ്രിയോയിലെ എല്ലാ സെൽസും ഫോം ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആർക്കുണ്ട്? എംബ്രിയോണിക് സെൽസിന്, സ്റ്റെം സെൽസിനുണ്ട്. ഒരു കംപ്ലീറ്റ് ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഈ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് അഡൽട്ട് സ്റ്റെം സെൽസ് ആണ്. ദേ ആർ ഫൗണ്ട് ഇൻ ടിഷ്യൂസ് ഓഫ് ഓർഗൻസ് ആഫ്റ്റർ ദ ഓർഗൻ ഹാസ് മെച്യൂർഡ്. ഇപ്പോൾ ഓർഗൻസ് മെച്യൂർ ആയതിനു ശേഷം നമ്മൾ കാണുന്ന മെച്യൂർഡ് ഓർഗൻസിൽ കാണുന്ന സ്റ്റെം സെൽസിനാണ് നമ്മൾ അഡൽട്ട് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. ഈ സ്റ്റെം സെൽസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ടിഷ്യൂവിൽ ഡാമേജ് ഉണ്ടാകുന്നത് റിപ്പയർ ചെയ്യാനും റീപ്ലേസ് ചെയ്യാനും ഒക്കെയാണ് ഈ അഡൽട്ട് സ്റ്റെം സെൽസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു കംപ്ലീറ്റ് ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇതിന് നമുക്കൊരു ഒരു പെർട്ടിക്കുലർ ഓർഗൻ്റെ ടിഷ്യൂ ആയിട്ട്
എല്ലാം ജനറേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആർക്കുണ്ട്? അഡൽട്ട് സ്റ്റെം സെൽസിനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റെം സെൽസ് അതിൻ്റെ സോഴ്സ് അനുസരിച്ച് 2 ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, എംബ്രിയോണിക് സ്റ്റെം സെൽ ആൻഡ് അഡൽട്ട് സ്റ്റെം സെൽസ്. എംബ്രിയോണിക് സെൽസ് എന്ന് പറയുന്നത് അത് ഇന്നർ സെൽ മാസ്, ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഇന്നർ സെൽ മാസിൽ നിന്നോ അല്ലെങ്കിൽ ഫീറ്റൽ ഗാമീറ്റ് പ്രൊജനിറ്റർ സെൽസ് എന്നോ ഡിറൈവ് ചെയ്യുന്ന സെൽസിനാണ് നമ്മൾ എംബ്രിയോണിക് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. ഈ അഡൽട്ട് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് ഒരു മെച്ചുവേർഡ് ഓർഗനിൽ കാണുന്ന ഒരു സെല്ലിനെയാണ് നമ്മൾ അഡൽട്ട് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർട്ടിക്കുലർ ഓർഗനിലോ അല്ല ടിഷ്യൂ അല്ല ഡാമേജ് ആയി പോവുകയാണെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാനും റീപ്ലേസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള സെൽസാണ് ഇത് അഡൽട്ട് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. എംബ്രിയോണിക് സ്റ്റെം സെൽസിന് എന്തായിട്ട് മാറാൻ പറ്റും? ഒരു കംപ്ലീറ്റ് ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി എംബ്രിയോണിക് സ്റ്റെം സെൽസിനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് mesenchymal stem cell. Mesenchymal stem cells are multipotent cells that can differentiate into various types of cells including bone, cartilage, fat, muscle and connective tissue. അതായത് ഒരു മൾട്ടിപോട്ടൻറ്റ് സെല്ലാണ്. അതായത് സ്റ്റെം സെല്ലിനെ പോലെ ഒരു കംപ്ലീറ്റ് ഓർഗാനിസത്തെ ഉണ്ടാക്കാൻ സാധിക്കത്തില്ല, പക്ഷേ കുറേ അധികം നമ്പർ ഓഫ് സെൽസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പം സംടൈംസ് നമ്മൾ ഈ മീസെൻകൈമൽ സ്റ്റെം സെൽസിനെ ബോൺ മാരോ ഡിറൈവ്ഡ് സ്റ്റെം സെൽസ് എന്ന് പറയാറുണ്ട്. ഒറിജിനലി ഇത് നമ്മൾ ബോൺ മാരോസിലാണ് കാണുന്നതെങ്കിൽ മൾട്ടിപൊട്ടൻ്റ് ആയിട്ടുള്ള മീസെൻകൈമൽ സ്റ്റെം സെൽസ് നമ്മൾ ബോൺ മാരോയിലാണ് കാണുന്നതെങ്കിലും ഇത് അഡൽട്ട് ടിഷ്യൂസിലും കാണാറുണ്ട്. ഇത് മസിൽസ്, തൈമസ്, ഡെൻറ്റൽ പൾപ്പിൽ അല്ലെങ്കിൽ ആസ് വെൽ ആസ് അംബ്ലിക്കൽ കോഡിൽ നമ്മൾ എന്ത് കാണുന്നുണ്ട്? ഈ മൾട്ടിപൊട്ടൻ്റുള്ള മീസെൻകൈമൽ സെൽസ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പറയുമല്ലോ, അതായത് ബർത്തിന് ശേഷം പാരൻസ് ഈ അംബിലിക്കൽ കോഡ് പ്രിസർവ് ചെയ്യാൻ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കേസിൽ വരുമ്പം എന്താണ്, നമുക്ക് ഈ പ്രിസർവ്ഡ് ആയിട്ടുള്ള അംബിലിക്കൽ കോഡിലുള്ള ഈ മൾട്ടിപൊട്ടൻ്റ് ആയിട്ടുള്ള മീസെൻകൈമൽ സെൽസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ദ ഡിഫറൻഷിയേഷൻ ഓഫ് മീസെൻകൈമൽ സ്റ്റെം സെൽ ഇസ് പ്രഡിക്റ്റഡ് ബൈ ബോത്ത് പാരാക്രൈൻ ഫാക്ടേഴ്സ് ആൻഡ് സെൽ മെട്രിക്സ് മോളിക്യൂൾസ് ഇൻ ദി സ്റ്റെം സെൽ നിഷ്. അതായത് ഇതിൻ്റെ ഈ മീസെൻകൈമൽ സെൽസിനെ ഡിഫറൻഷിയേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരൊക്കെയാണ്? പാരാക്രൈൻ ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യും, സെൽ മെട്രിക്സ് മോളിക്യൂൾസും ഇൻഫ്ലുവൻസ് ചെയ്യും. സെൽ മെട്രിക്സ് മോളിക്യൂൾ എക്സ്പെഷ്യലി ലാമിനിൻ, അതായത് എന്താണ് ഫംഗ്ഷൻ? ഈ മീസെൻകൈമൽ സ്റ്റെം സെൽസിനെ അൺഡിഫറൻഷിയേറ്റഡ് സെൽ, അതായത് അതിൻ്റെ സ്റ്റെം സെല്ലായിട്ട് തന്നെ റീറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സെൽ മെട്രിക്സ് കമ്പോണൻ്റാണ് ലാമിനിൻ. അതുപോലെ തന്നെ ചില പാരാക്രൈൻ ഫാക്ടേഴ്സും ഈ മീസെൻകൈമൽ സ്റ്റെം സെൽസിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കും. അതായത് പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടർ, TGF-β, FGF സിഗ്നലിങ്സ് എല്ലാം എന്താണ്? ഈ മീസെൻകൈമൽ സ്റ്റെം സെൽസിൻ്റെ ഡിഫറൻസിയേഷന് ക്രൂഷ്യൽ റോള് തരുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ അതായത് മീസെൻകൈമൽ സെൽസ് എന്ന് പറയുന്നത് മൾട്ടിപൊട്ടൻ്റ് സെൽസാണ്. അവർക്ക് പല ടൈപ്പ് ഓഫ് സെൽസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അവർക്ക് ബോൺ മാരോയിലാണ് ഇനിഷ്യലി കാണുന്നതെങ്കിലും മറ്റ് അഡൽട്ട് ടിഷ്യൂസിലൊക്കെ ഇത് കാണാറുണ്ട്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് പാരാക്രൈൻ ഫാക്ടേഴ്സും സെൽ മെട്രിക്സ് മോളിക്യൂൾസ് ആണ്. സെൽ മെട്രിക്സ് മോളിക്യൂൾ ലാമിനുള്ള മോളിക്യൂൾ എന്ത് ചെയ്യും? മീസെൻകൈമൽ സ്റ്റെം സെൽസിൻ്റെ അൺഡിഫറൻഷിയേറ്റഡ് സ്റ്റെം സെൽ സ്റ്റേജിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ പാരാക്രൈൻ ഫാക്ടേഴ്സ് ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ്, TGF-β, FGF സിഗ്നലിംഗ് എല്ലാം ഈ മീസെൻകൈമൽ സ്റ്റെം സെൽസിൻ്റെ ഡിഫറൻഷിയേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന മോളിക്യൂൾസാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഒരു രണ്ട് ടേംസാണ് ഇൻഡക്ഷൻ ആൻഡ് കോമ്പീറ്റൻസ്. ഫസ്റ്റ് നമുക്ക് ഇൻഡക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ചേഞ്ചിങ് ദ ബിഹേവിയർ ഓഫ് എൻ അഡ്ജസൻറ്റ് സെറ്റ് ഓഫ് സെൽ thereby causing them to change their shape, mitotic rate or cell fate. This kind of interaction at close range between two or more cells or tissues of different histories and properties is called induction. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽ, ഒരു സെല്ലിന് അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള സെൽസിൻ്റെ ഇപ്പോൾ ഷേപ്പോ മൈറ്റോട്ടിക് റേറ്റോ അല്ലെങ്കിൽ അതിൻ്റെ സെൽ ഫേറ്റിനെയോ അതിൻ്റെ കോഴ്സ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുക. അതിൻ്റെ ഇൻ്ററാക്ഷൻ വഴി അതിൻ്റെ ഒരു കോഴ്സ് ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ സാധിക്കുകയാണെങ്കിൽ ആ കൈൻഡ് ഓഫ് പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഇൻഡക്ഷന് ബേസിക്കലി 2 കമ്പോണൻസ് ആണുള്ളത്. ഓക്കെ, ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത്
ദ ടിഷ്യൂ ദാറ്റ് പ്രൊഡ്യൂസ് എ സിഗ്നൽ. അതായത് ഈ ഡെവലപ്മെൻറ്റിൻ്റെ കോഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു സെല്ല് ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ദാറ്റ് സിഗ്നൽ ചേഞ്ചസ് ദ സെല്ലുലാർ ബിഹേവിയർ ഓഫ് ദ അതർ ടിഷ്യൂ ആൻഡ് ദീസ് സിഗ്നൽ സെക്രറ്റഡ് ആർ പ്രോട്ടീൻസ് കോൾഡ് പാരാക്രൈൻ ഫാക്ടേഴ്സ്. അതായത് ഒരു പെർട്ടിക്കുലർ സെല്ലുണ്ട്, അതൊരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. അത് അതിൻ്റെ നെയ്ബറിങ് സെൽസിൻ്റെ കോഴ്സ് ഓഫ് ഡെവലപ്മെൻറ്റിനെ ചേഞ്ച് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ സിഗ്നൽസ് നമ്മൾ വിളിക്കുന്നത് പാരാക്രൈൻ ഫാക്ടേഴ്സ് എന്നും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ നമ്മൾ ഇൻഡ്യൂസർ എന്നുമാണ് പറയുന്നത്. ഓക്കെ, the paracrine factors are protein made by cell or a group of cells that alter the behavior or differentiation of adjacent cells. Then the second compound is the responder. This tissue being induced, അതായത് ആ ഇൻഡ്യൂസർ പ്രൊഡ്യൂസർ ചെയ്യുന്ന സിഗ്നൽ പോയി ഏത് സെല്ലിലാണോ ആക്ട് ചെയ്യുന്നത് ആ സെല്ലിനെ നമ്മൾ റെസ്പോണ്ടർ എന്ന് വിളിക്കും. സെൽസ് ഓഫ് റെസ്പോണ്ടിങ് ടിഷ്യൂസ് മസ്റ്റ് ബോത്ത് ഹാവ് റെസപ്റ്റർ പ്രോട്ടീൻ ഫോർ ഇൻഡ്യൂസർ. അത് നമ്മൾ ആ സിഗ്നൽ ഇൻഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സിഗ്നൽ പാരാക്രൈൻ ഫാക്ടർ അപ്പോൾ ബൈൻഡ് ചെയ്യാനുള്ള റിസപ്റ്റർ എവിടെ ഉണ്ടായിരിക്കണം? ഈ റെസ്പോണ്ടറിൻ്റെ സർഫസിൽ ഉണ്ടായിരിക്കണം. പ്ലസ് എന്താണ്, ആ തരുന്ന ആ ഇൻഡ്യൂസറിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ റിസപ്റ്റർ മാത്രം പോരാ, should have receptors but also should have the ability to respond to the signal. The ability to respond to the specific inductive cell signal is called competence. അതായത് ഇൻഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സിഗ്നൽ ഉണ്ടല്ലോ, ആ സിഗ്നലിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു സെല്ലിൻ്റെ കേപ്പബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പീറ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാരാക്രൈൻ ഫാക്ടർ ഒരു സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൻ്റെ നെയ്ബറിങ് സെൽസിന് അഡ്ജസൻറ്റ് സെൽസിന് അതിൻ്റെ ഡിഫറൻഷിയേഷൻ്റെ കോഴ്സിനെ എന്തെങ്കിലും ഓൾട്ടർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ആ പാരാക്രൈൻ ഫാക്ടറിന് നമ്മൾ സിഗ്നൽ എന്ന് പറയും. അത് പോയി ആക്ട് ചെയ്യുന്ന സെല്ലിനെ നമ്മൾ റെസ്പോണ്ടർ എന്ന് പറയും. ആ റെസ്പോണ്ടറിൽ എന്ത് വേണം? ഇത് ഈ ഇൻഡക്ഷൻ നടക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ഒരു ഇൻഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നലിന് ഉള്ള റിസപ്റ്റർ വേണം. ആ റിസപ്റ്റർ മാത്രം പോരാ, ആ സിഗ്നലിന് റെസ്പോണ്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും വേണം. ആ കേപ്പബിലിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പിറ്റൻസ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ ഇത് ഒരു സീനോപ്പസിൻ്റെ ഒപ്റ്റിക്കൽ വെസിക്കിളിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഫീറ്റാണ് കാണിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കിയേ, ഈ ഒപ്റ്റിക്കൽ വെസിക്കിൾ ഇതൊരു സീനോപ്പസിൻ്റെ ഡെവലപ്മെൻറ്റ് ആണ്. ഒരു ഹെഡ് പോർഷനുണ്ട്, ഇവിടെ ഒരു ട്രങ്ക് പോർഷനുണ്ട്. അപ്പോൾ ഇവിടെ ഇതിന് നോർമലി ഇതിൻ്റെ ഒപ്റ്റിക്കൽ വെസിക്കിൾ എന്തായിട്ട് ഡെവലപ്പ് ചെയ്യും? ലെൻസായിട്ട് ഡെവലപ്പ് ചെയ്യും. നോർമലി ലെൻസായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒപ്റ്റിക്കൽ വെസിക്കിൾ ഇത് നമ്മൾ എന്ത് ചെയ്ത് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇവിടെ നോക്കിക്കേ, ഈ ഒപ്റ്റിക്കൽ വെസിക്കിൾ ഇവിടെ റിമൂവ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ലെൻസ് പ്രൊഡ്യൂസ് ചെയ്തില്ല. ലെൻസ് പ്രൊഡ്യൂസ് ചെയ്തില്ല. ഇനി നമ്മൾ ഈ ഒപ്റ്റിക്കൽ വെസിക്കിളിനെ ഈ ഹെഡ് പോർഷനിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ട്രങ്കിൽ പ്ലേസ് ചെയ്തു. അപ്പോഴെന്താ ഒപ്റ്റിക്കൽ വെസിക്കിൾ എന്ത് ചെയ്തു? അവിടെ ലെൻസ് ഫോം ചെയ്തില്ല. ഓക്കെ, അതിന് പകരം നമ്മൾ ഒരു ഒപ്റ്റിക്കൽ ടിഷ്യൂവിന് പകരം മറ്റൊരു ടിഷ്യൂവിന് ഇവിടെ എടുത്ത് പ്ലേസ് ചെയ്തു. അവിടെയും ലെൻസിൻ്റെ ഫോമേഷൻ നടന്നില്ല. ഇവിടെയും ലെൻസ് ഫോം ചെയ്തില്ല. ഇവിടെ മാത്രമുള്ള ലെൻസ് ഫോം ചെയ്തത്. ഇവിടെയും ലെൻസ് ഫോം ചെയ്തില്ല. ഒപ്റ്റിക് വെസിക്കിൾ, അതായത് പ്രിസംറ്റീവ് റെക്റ്റിന ആവേണ്ട സെല്ലാണ് ഈ ഒപ്റ്റിക് വെസിക്കിൾ എന്ന് പറയുന്നത്. ഈ ഒപ്റ്റിക്കൽ വെസിക്കിൾ എന്ത് ചെയ്തു? നമ്മളൊരു എക്ടോപിക് ലൊക്കേഷനിലേക്ക് മാറ്റി. അതായത് നോർമലി ഇതിരിക്കേണ്ട പൊസിഷൻ എവിടെയാണ്? ഹെഡ് എക്ടോഡേമിലാണ് ഈ ഒപ്റ്റിക്കൽ വെസിക്കിൾ ഇരിക്കേണ്ടത്. ഹെഡ് എക്ടോഡെർമിലാണ്. ഇവിടുന്ന് അത് മാറ്റിയിട്ട് അതിനെ എങ്ങോട്ട് പ്ലേസ് ചെയ്തു? വേറൊരു പൊസിഷനിലേക്ക് മാറ്റിയാൽ കൂടി എന്താ സംഭവിക്കും? ആ ഒപ്റ്റിക്കൽ വെസിക്കിൾ എന്തായിട്ട് മാറില്ല. അവിടെ അവർ ഒരു ലെൻസ് ഫോം ചെയ്യില്ല. അപ്പോൾ അതിനുള്ള റീസൺ എന്താണ്? ഈ ലെൻസ് ഫോം ചെയ്യാനായിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന ടിഷ്യൂ ആരാണ്?
ഈ എക്ടോഡേം സെല്ലാണ്. അപ്പോൾ ആ എക്ടോഡേം സെല്ലുണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ലെൻസായിട്ട് ഡെവലപ്പ് ആവുള്ളൂ, നമ്മൾ അതിൻ്റെ പൊസിഷൻ മാറ്റി കഴിഞ്ഞപ്പോൾ. അതുപോലെ തന്നെ only the optic vesicle appear to be able to do this. Therefore if the inducer it is അപ്പം നമ്മൾ എന്ത് പറയും, ആ ഒപ്റ്റിക്കൽ വെസിക്കിൾ നമ്മൾ ഇൻഡ്യൂസർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ വെസിക്കിൾ നമ്മൾ എന്തപ്പോൾ ഇൻഡ്യൂസർ അല്ലേ, അപ്പോൾ അതിനൊരു ഫേറ്റ് കൊടുക്കാൻ, വേറൊരു സെല്ലിൻ്റെ ഫേറ്റ് മാറ്റാനുള്ള കേപ്പബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ ഇൻഡ്യൂസർ ആയിട്ടുള്ള ഒപ്റ്റിക്കൽ വെസിക്കിളിനെ അവിടുന്ന് റിമൂവ് ചെയ്ത് ആ ഓർഗാനിസത്തിൻ്റെ അബ്ഡോമനിലേക്ക് മാറ്റി എന്നിരിക്കട്ടെ. അവിടെ സെല്ല് ഫോം ചെയ്യുന്നുണ്ടോ, ലെൻസ് ഫോം ചെയ്യുന്നുണ്ടോ, ഇവിടുന്ന് മാറ്റി താഴെ കൊണ്ടുവന്നു, എന്താ അവിടെ ഈ ലെൻസ് ഫോം ചെയ്യുന്നില്ല. അപ്പോൾ അവിടുത്തെ അർത്ഥം എന്താണ്, only the head ectoderm is competent to respond to the signal from the optic vesicle. അപ്പോൾ ഇവിടെ ഇവനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തപ്പം ഇവർ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്തു, പക്ഷേ എന്ത് പറ്റി, അവിടെ ലെൻസ് ഫോം ചെയ്തില്ല. കാര്യം എന്താണ്, ഈ ഹെഡ് റീജിയനിലുള്ള എക്ടോഡേംസിന് മാത്രമേ ഈ ഒപ്റ്റിക്കൽ വെസിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നലിന് റെസ്പോണ്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് അവിടെ ലെൻസ് ഫോം ചെയ്തത്. ആ ഇൻഡ്യൂസറിനെ റീപ്ലേസ് ചെയ്തിട്ടും അവിടെ ലെൻസ് ഫോം ചെയ്തില്ല. അതുപോലെ നോക്കി, ഇവിടെ നമ്മൾ ആ ലെൻസ് റിമൂവ് ചെയ്ത് കളഞ്ഞു, അതായത് ഇൻഡ്യൂസർ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു, അവിടെ ആ സിഗ്നലില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചു, അവിടെ ലെൻസ് ഫോം ചെയ്തില്ല. ഇനി നമ്മൾ അതിന് പകരം മറ്റൊരു സെല്ലിനെ എടുത്ത് നമ്മളവിടെ വെച്ചു, അവിടെ ലെൻസ് ഫോം ചെയ്തോ ഇല്ല. അവിടെ നമ്മൾ എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, അതായത് ഈ ലെൻസ് ഫോമേഷൻ്റെ കേസിൽ ഇവിടുത്തെ ഇൻഡ്യൂസർ എന്ന് പറയുന്നത് ഒപ്റ്റിക് വെസിക്കിളും ഈ എക്ടോഡെർം എന്ന് പറയുന്നതാണ് അതിൻ്റെ റെസ്പോണ്ടൻ്റ്. നമുക്ക് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ അതിന് റിസപ്റ്റർ മാത്രം പോരാ, എന്താണ് കോമ്പിറ്റൻസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു സെല്ലിന് ഇൻഡ്യൂസറിൻ്റെ സിഗ്നലിന് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇൻഡക്ഷൻ ആൻഡ് കമ്പീറ്റൻസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത്രയും ടേംസാണ് നമുക്ക് സിലബസിൽ ബേസിക് കൺസെപ്റ്റ്സിൽ പറയാനുള്ളത്. ഇനി കുറച്ച് നമുക്ക് പ്രോസസ്സ് നോക്കാനുണ്ട്, ഡെവലപ്മെൻറ്റിൻ്റെ പ്രോസസ്സ് നോക്കാനുണ്ട്, ഗാമറ്റോജനസിസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.